അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹിതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സിനി വിനോദാണ്. തൻ്റെ ജീവിതാനുഭവം അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം തൻ്റെ ഹൃദയം തുറക്കുമ്പോൾ താൻ കടന്നുപോയ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകർക്ക് ഇതൊരു വേറിട്ട അനുഭവമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തികച്ചും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ കർത്താവിൻ്റെ ദാസി കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കപ്പെടുകയും തൻ്റെ ജീവിതം എപ്രകാരം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ശക്തമായ ഒരു സാക്ഷ്യം നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആകയാൽ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതൊരു അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അത് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതല്ല മറ്റെന്തെങ്കിലും അന്വേഷണങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ആയിട്ട് വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സിനി വിനോദിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ക്ഷണിച്ചോളും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ടി വിയിൽ പ്രിയ അഭിഷിക്തനോടും പ്രേക്ഷകരോടും ഒത്ത് ഈ പകൽക്കാലമായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. അനേക നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇന്നാണ് അതിനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണം ഘോഷിപ്പാൻ, അപ്പയുടെ നാമത്തില് അപ്പ ചെയ്ത ആ സൽഗുണം ഘോഷിപ്പാൻ കർത്താവ് എന്നെയും തിരഞ്ഞെടുത്തു ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. സർവശക്തനായ ഉടയവന് നന്ദി പറയുന്നു. പ്രിയ അഭിഷിക്തന് നന്ദി പറയുന്നു. പ്രിയ ദേവദാസൻ എന്നെ പരിചയപ്പെടുത്തി തന്ന ഉഷയാൻറ്റി ഓർത്ത് നന്ദി പറയുന്നു. പ്രിയ ഹല്ലേലൂയ സ്തോത്രം പ്രേക്ഷകരെ ഓർത്ത് ഹല്ലേലൂയ സ്തോത്രം പ്രേക്ഷകർക്ക് വന്ദനം പറയുന്നു. ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. എന്തെങ്കിലും പറയാനല്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകര് ഇന്ന് ആത്മാവിൽ ജീവൻ പ്രാപിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ അരോമ ടി വിയില് പിന്നെ ഒരുപാട് സാക്ഷ്യങ്ങൾ അധികവും കേൾക്കാറുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു സാക്ഷ്യം കേട്ടു. എനിക്കത് വളരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. ആന്റിയുടെ പേര് എനിക്കറിയത്തില്ല. ഞാൻ കയറുന്നതിന് മുമ്പേ ഞാൻ ഒരുപാട് ആന്റിയുടെ പേര് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല. കുടിയിരിപ്പുകാർ പുറത്തുപോയി, പട്ടയക്കാരൻ അകത്തു വന്നു എന്നൊരു മെസ്സേജ് ആന്റി പറയാനിടയായി. അപ്പോൾ ചില കുടിയിരിപ്പുകാരുടെ അടിമത്തത്തിൽ കിടക്കുന്ന കുറെ പേര്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ പട്ടയക്കാരൻ അകത്തു വരുമ്പോഴാണ് കുടിയിരിപ്പുകാർ പുറത്തു പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ പട്ടയക്കാരൻ യഥാർത്ഥമായ ആ ഉടമസ്ഥൻ വന്നു കഴിയുമ്പോൾ, ആ വെളിച്ചം ഭവനത്തിൽ വന്നു കഴിയുമ്പോൾ ഇരുട്ടിന്റെ ശക്തി ആ അധികാരം പുറത്തു പോകാനായിട്ട് ഇടയാകും. എൻ്റെ കർത്താവ് എന്നെയും പ്രകാശിപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. യഹോവയുടെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ആ ആന്റിയെ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഒരുപാട് ചിന്തിക്കാനിടയായി. അതുപോലെ തന്നെ ഒരു മഞ്ജു സാം എന്ന് പറഞ്ഞൊരു സിസ്റ്റർ, ആ സിസ്റ്ററുടെ മെസ്സേജ് ഞാൻ എത്ര പ്രാവശ്യം കേട്ടു എന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് പേർക്ക് ഞാൻ ഷെയർ ചെയ്ത ഒരു മെസ്സേജാണ്. ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ സംശയങ്ങൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, ഹല്ലേലൂയ, ഇങ്ങനെ ചില ദൈവമക്കളുടെ സാക്ഷ്യം കേട്ട് കഴിയുമ്പോഴാണ് ആ സത്യം കർത്താവ് നമ്മളെ അറിയിക്കാനായിട്ട് ഇത് കേൾപ്പിക്കുന്നത് പോലെ എൻ്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് വേണ്ടി ആ ദൈവദാസിയെ
ആ ദൈവദാസനെ കർത്താവ് എഴുന്നേൽപ്പിച്ചതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ഹല്ലേലൂയ. പ്രിയ അഭിഷിക്തനെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്നെ പോലുള്ള അനേകർ, ഹല്ലേലൂയ സ്തോത്രം. ഇനിയും എന്റെ സാക്ഷ്യമൊന്നും ഒന്നുമല്ല. അനേകം കർത്താവിന്റെ ഈ വെളിച്ചത്തിൽ ആയിരിക്കുന്ന ചില നിക്ഷേപങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, ചില നിധികൾ, ഗുപ്തനിധികൾ മറഞ്ഞു കിടപ്പുണ്ട്. ഹല്ലേലൂയ പുറത്തു വരുവാന് ഈ ചാനൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് സിനി വിനോദ്. ഹല്ലേലൂയ. എൻ്റെ അച്ഛൻ്റെ പേര് വിനോദ് ടി മാത്യു എന്നാണ്. കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. എനിക്ക് 2 മക്കളുണ്ട്. മോൻ നവീൻ, മോള് നന്മ. 2 പേരും എറണാകുളത്താണ്. ഒരാള് ജോലിയിലും ഒരാള് പഠിക്കുകയാണ്. ഹല്ലേലൂയ. മോൻ ഒരു 2 ദിവസമായുള്ളൂ എറണാകുളത്ത് ഒരു കമ്പനിയിലോട്ട് കയറി. തന്നെ റൂമിലിരുന്ന് ജോലി ചെയ്യുമായിരുന്നു. ഇപ്പൊ ഒരു കമ്പനിയിലോട്ട് 2 ദിവസം മുമ്പ് കയറി. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ വയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാനൊരു റോമൻ കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഞാനാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും ആദ്യം വിശ്വാസത്തിൽ വരാന് ഇടയായത്. എനിക്ക് ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ കൊച്ചിലെ തന്നെ പള്ളിയിൽ പോവുകയും, കൊച്ചിലെ എൻ്റെ ആന്റിമാരാണേലും മാതാവാണേലും വെല്ലുമിച്ചി ഒക്കെ ഈ പള്ളിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ്. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് ആ കുടുംബം എന്നെ കാണുന്നത് ഒരു വലിയ തെറ്റുകാരിയെ പോലെയാണ്. ഹല്ലേലൂയ. അന്ന് എനിക്കറിയാം, ഞാൻ കുഞ്ഞിലെ ഈ പെന്തക്കോസ്ത് സൺഡേ സ്കൂളിനായിട്ട് അവിടെ അടുത്തുള്ള സഹോദരങ്ങൾ വിളിക്കും, ആന്റിമാര് വിളിക്കും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, കള്ളന്മാരാ, വെറുതെ നമ്മളെ കൊണ്ടുപോകാൻ അവിടെ അവിടുത്തെ സഭയെ ചേർക്കാൻ വേണ്ടിയിട്ടാ വിളിക്കുന്നേ. പെന്തക്കോസ്തുകാർ കള്ളന്മാരാന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് അവരെ കുറ്റപ്പെടുത്തിയ ഒരു സമയമുണ്ട്. സൺഡേ സ്കൂൾ പഠിക്കാനൊക്കെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അവർക്കെന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്കെന്തോ വലിയ ലാഭം വരുന്നുണ്ട്. കാരണം ഈ വ്യാജ വാർത്തയാണല്ലോ പെട്ടെന്ന് പരക്കുന്നത്. ഈ ദൈവമക്കളെ കുറിച്ച് ദുഷ്ടനാകുന്നവൻ എന്തെല്ലാം ചെയ്യാമോ അത്രത്തോളം ശ്രമിക്കും. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ഈ ചിങ്ങവനത്ത് ഒരു ആന്റിയുടെ ഒരു വീട്ടില്, ലൂസി ആന്റിയുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ട് എല്ലാ ബുധനാഴ്ചയും. ഈ കഴിഞ്ഞ ബുധനാഴ്ച ഒരു ഉദ്ധാര എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ, കന്യാസ്ത്രീയായിരുന്നു. 12 വർഷമായി സിസ്റ്റർ ഈ സത്യം അറിഞ്ഞ് ഇന്ന് കർത്താവിന്റെ വേലയിലാണ്. സിസ്റ്റർ അവിടെ വരാനും സിസ്റ്ററെ പരിചയപ്പെടാനും ഇടയായി. അപ്പൊ അല്പസമയം സിസ്റ്റർ സാക്ഷ്യം പറയാനായിട്ട് സമയം എടുത്തപ്പോൾ സിസ്റ്റർ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഇടയായി. സിസ്റ്റർ ഒരു ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടാൻ പോയിട്ട് ഈ കന്യാസ്ത്രീകളുടെ ജോലിയാണ് പള്ളി അലങ്കരിക്കുക, ഈ അൾത്താര അവിടെ പിന്നെ ഈ പൂക്കളെയും കൊണ്ട് അലങ്കരിക്കുക, രൂപങ്ങളൊക്കെ തുടയ്ക്കുക, ചർച്ചൊക്കെ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ഈ കന്യാസ്ത്രീകളുടെ ജോലി. ഞാൻ ചർച്ചിലായിരുന്ന സമയത്ത് എനിക്കറിയാം. ഈ സിസ്റ്റർ ധ്യാനം കൂടിയിട്ട് വരികയാണ്. വന്നിട്ട് പിന്നെ പള്ളിയിലോട്ട് വന്നു. ധ്യാനമൊക്കെ കഴിഞ്ഞ് മടത്തി വന്നു. മടത്തി വന്നിട്ട് പിന്നെ കുർബാനയുള്ള ദിവസം ചർച്ചിൽ വന്നു. പതിവ് പോലെ ഈ രൂപങ്ങളെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനും പുഷ്പങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഈ സിസ്റ്റർ പാലത്തിൽ കയറിയപ്പോൾ ആ പഴയ ഒരു അനുഭവമല്ല സിസ്റ്റർക്ക്. ഈ രൂപം തുടയ്ക്കുമ്പോൾ ഈ രൂപം വികൃതമായിട്ട് സിസ്റ്റർക്ക് തോന്നുകയാണ്. ഒരു വിരൂപമായിട്ട് സിസ്റ്റർക്ക് അനുഭവപ്പെടുകയാണ്. ആ ചർച്ചിലോട്ട്, പള്ളിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ അരുതാത്ത സ്ഥലത്ത് സിസ്റ്റർ നിൽക്കുന്നത് പോലെ സിസ്റ്റർക്ക് അനുഭവിക്കാനിടയായി. പഴയതുപോലെയല്ല. ഹല്ലേലൂയ. സിസ്റ്റർ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ പറയാണ്, സിസ്റ്റർ പ്രാകാരത്തിലല്ല ആ ധ്യാനത്തിൽ നിന്നത്, വിശുദ്ധ സ്ഥലത്തല്ല നിന്നത്, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് സിസ്റ്റർ കയറി. ഹല്ലേലൂയ. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിയപ്പോ പ്രാകാരത്തിൽ സൂര്യന്റെ വെളിച്ചമാ. ഹല്ലേലൂയ. വിശുദ്ധ സ്ഥലത്ത് വിളക്കിന്റെ വെളിച്ചമാ. അതേ സ്ഥാനത്ത് അതിവിശുദ്ധ സ്ഥലത്ത് നമ്മുടെ കർത്താവിന്റെ വെളിച്ചമാ. ആ കർത്താവിന്റെ വെളിച്ചം പ്രിയ ദേവദാസിയുടെ ഉള്ളത്തിലോട്ട് കയറി. ഹല്ലേലൂയ. സത്യം അകത്ത് കയറിയപ്പോൾ മിഥ്യയ്ക്ക് അവിടെ സ്ഥാനമില്ലാതെ പോയി.
ഹല്ലേലൂയ. ഒരു യഥാർത്ഥമായ ഒരു ദൈവ പൈതല് സത്യത്തിലേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെയാ ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ അനേകരോട് സുവിശേഷം പറയാറുണ്ട്. ഹല്ലേലൂയ. നിങ്ങള് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവാണ് സ്വർഗ്ഗത്തിലോട്ടുള്ള വാതില്. ഇങ്ങനെയൊക്കെ അനേകരോട് പറയാറുണ്ട്. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികെ വീണു, ചിലത് മുള്ളിന്റെ അടിയിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഹല്ലേലൂയ. ആ നല്ല നിലത്ത് വീണത് മാത്രമേ ഹല്ലേലൂയ ആ 100 മേനി ഫലം കായ്ക്കുന്നുള്ളൂ. വിതക്കാരനോട് ഒരിക്കലും നീ നോക്കി വിതയ്ക്കരുതെന്ന് ഹല്ലേലൂയ സ്തോത്രം യജമാനൻ പറയുന്നില്ല. ഹല്ലേലൂയ. ഇടയ്ക്ക് ഉം ഒരു അങ്കിള് ഞങ്ങളുടെ ചർച്ചിലെ അങ്കിള്, ഒരു ചെറിയ അങ്കിള് ഉണ്ട് ചർച്ചില്. അങ്കിള് ഒരു കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു സാക്ഷ്യത്തോടെ നിൽക്കുന്ന ഒരു അങ്കിള്. ഒരുപാട് സാക്ഷ്യമുള്ള ഒരു മനുഷ്യൻ. ഈ അങ്കിൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ചർച്ചിൽ ഇങ്ങനെ പറയാനിടയായി. ഹല്ലേലൂയ, ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല. ഹല്ലേലൂയ. രാജാവിന്റെ ആ മകന്റെ കല്യാണ സദ്യക്ക് വിളിച്ചവര്, ആ വീട്ടുകാര് ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല. യജമാനൻ പറയുകയാണ് ദാസന്മാരോട്, നിങ്ങൾ ചെന്ന് തെരുക്കോണിലോട്ട് ചെല്ല. ലൂക്കോസ് സുവിശേഷം 14 അധ്യായത്തിലും മത്തായി സുവിശേഷം 22 അധ്യായത്തിലുമാണല്ലോ ഹല്ലേലൂയ ഈ വിഷയം കിടക്കുന്നത്. അപ്പോൾ ഈ വേലി ചാരി നിൽക്കുന്നവൻ, മിനക്കെട്ട് നിൽക്കുന്നവരെ നിർബന്ധിച്ച് ഈ ഹല്ലേലൂയ സ്തോത്രം വിരുന്നുശാല നിറയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിർബന്ധിച്ച് വിരുന്നുശാല നിറയ്ക്കുകയാണ്. അപ്പൊ രാജാവ് ഈ വിരുന്നുശാലയിൽ കല്യാണത്തിനായിട്ട് ക്ഷണിക്കപ്പെട്ടവരെ കാണാനായിട്ട് വന്നപ്പോൾ ഒരു മനുഷ്യൻ വിവാഹ വസ്ത്രമില്ലാതെ അതിൻ്റെ ഇടയ്ക്കിരിക്കുകയാണ്. സ്നേഹിത, നിന്നെ ആരാ ഈ പന്തിയിലോട്ട് കയറ്റിയത്? ഹല്ലേലൂയ. ആ വിളി കേട്ടപ്പോ നമ്മൾ വിചാരിച്ചു ദാസന്മാരോട് ഇപ്പോൾ പറയും ഒരു വിവാഹ വസ്ത്രം കൊണ്ട് കൊടുക്ക്. ഹല്ലേലൂയ. അങ്ങനെയാണോ പറഞ്ഞത്? ഇവനെ എടുത്ത് പുറത്തിടാനാണ് പറഞ്ഞത്. ദാസന്മാരോട് പറഞ്ഞു ഇവനെ എടുത്ത് പുറത്തിട്, അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഏത് മേഖലയിൽ നിന്ന് വന്നു എന്നല്ല. ഹല്ലേലൂയ. പാപികളെ തേടി കർത്താവ് വന്നുവെങ്കില് ഇനി പാപികളെ തേടിയല്ല കർത്താവ് വരുന്നേ, ഇനി നീതിമാന്മാരെ തേടിയാ കർത്താവ് വരുന്നേ. ഞാനും ഒരു വലിയ പാപിയായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ ഈ രക്ഷയിലേക്ക് വരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. വീട്ടിലെ എൻ്റെ ചാച്ചൻ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഒരു സമാധാനം എന്നാ ഒന്നും അറിയാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കാരണം എൻ്റെ കുടുംബത്തില് എൻ്റെ ചാച്ചൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വീട് നോക്കാതെ മദ്യപിച്ചാണ്. എൻ്റെ ചാച്ചനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ വേദനയുണ്ട്. കാരണം നല്ല ഒരു മനുഷ്യനാണ്. മദ്യപിച്ച് കഴിയുമ്പോഴാണ് എൻ്റെ ചാച്ചൻ വേറൊരാളായി മാറുന്നത്. ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ മദ്യപിക്കണം. അത് ചെറിയൊരു മദ്യപാനിയല്ല, വീട് നശിപ്പിക്കുന്ന ഒരു മദ്യപാനി. ഈ കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം 2024 എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ എൻ്റെ ചാച്ചൻ ചേർക്കപ്പെട്ടു. ആ ചേർക്കപ്പെടുന്ന ആ സമയമൊക്കെ ഒരു 3-4-5 വർഷം വളരെ നല്ല സ്വഭാവം. എൻ്റെ അടുത്ത് ഇവിടെ വരാനിടയായി. വയനാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഞാനൊരു വേദപുസ്തകം എൻ്റെ ചാച്ചന് കൊടുക്കാനിടയായി. അപ്പൊ ഞാൻ എൻ്റെ ചാച്ചനോട് ഞാൻ ചോദിച്ചു, ചാച്ച, ഞാൻ ചാച്ചനെ രക്ഷിക്കപ്പെടുത്തട്ടെ? അപ്പോ ചാച്ചൻ പറഞ്ഞു, ഞാൻ വേദപുസ്തകം വായിക്കുന്നുണ്ട്, എൻ്റെ ദൈവം കർത്താവ്, ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കുന്നു, പക്ഷെ ഞാൻ രക്ഷിക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. അപ്പം ഇതിന് കാരണം ഞാൻ ചോദിച്ചു, എന്താ ചാച്ചൻ രക്ഷിക്കപ്പെടാത്തന്നെ? യേശുപ്പച്ചന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതിന് എന്താ? ആ നോഹ പെട്ടകം പണിത് ആ പെട്ടകത്തിൽ കയറാന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. നോഹയും മക്കളും ഭാര്യമാരും, ആ നോഹയുടെ ഭാര്യ അല്ലാതെ 8 പേരല്ലാതെ ആരും പെട്ടകത്തിൽ കയറിയില്ല. പ്രളയം വന്നു, എല്ലാവരും നശിച്ചുപോയി. അപ്പം കർത്താവിന്റെ ആ പെട്ടകത്തിലേക്ക്, ആ രക്ഷയിലേക്ക് കയറുവാനാ. അത് അത് നമ്മള് എണ്ണ മേടിക്കണ്ട, തിരി കൊടുക്കണ്ട, മല കയറണ്ട. ഹല്ലേലൂയ സ്തോത്രം. ചാച്ചൻ ഇരുന്ന് ഹൃദയം ഒന്ന് യേശുപ്പച്ചന് കൊടുത്താൽ മതി, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി എന്ന് പറയാനിടയായി. പക്ഷേ എൻ്റെ പിതാവ് സമ്മതിച്ചില്ല. എൻ്റെ പിതാവ് ഒരു കാര്യം പറയാണ്, എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും കിടക്കുന്നിടത്ത് എനിക്ക് കിടക്കണമെന്ന്. അതായത് ഞങ്ങളുടെയൊക്കെ അവിടുത്തെ സെമിത്തേരി എന്ന് പറയുന്ന ഒരു പാർക്ക് പോലെയാ. ഹല്ലേലൂയ മക്കളെ, അവിടെ ഈ പാർക്ക് പോലെയാ. അപ്പം എൻ്റെ ഹസ്ബൻഡിനെ അടക്കിയ ആ ഒരു സെമിത്തേരി എൻ്റെ ചാച്ചൻ കാണാനിടയായി.
അപ്പോൾ എന്റെ ചാച്ചൻ അങ്ങനെ, അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കായിരുന്നു, ഈ നമ്മള് ദൈവമക്കളെ ഈ സെമിട്രി ഒക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി ഒന്ന് ഇട്ടാൽ ഒരു കുഴപ്പവും ഇല്ല. ഹല്ലേലൂയ. അതൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അതിങ്ങനെ കാട് പിടിച്ചിടണമെന്നോ അതിങ്ങനെ വല്ലാത്ത കാട് പിടിച്ച് കിടക്കണമെന്നോ വലിയ നിർബന്ധമൊന്നുമില്ല. ഹല്ലേലൂയ. എല്ലാ ദൈവസഭക്കാരും, അതായത് ആ സഭകള് ആ വിഷയം അങ്ങ് ഏറ്റെടുത്താൽ മതി. കുറച്ച് ദൂരെയൊക്കെ ആയിരിക്കും, കാടായിരിക്കും. നമ്മൾ അതിനേക്കാളും എന്തെല്ലാം വിഷയങ്ങൾ ദൈവമക്കള് ഏറ്റെടുക്കും, നമ്മൾ സുവിശേഷം പറയാന് എവിടെല്ലാം കർത്താവ് നമ്മളെ അയക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ചിലർ ഇതൊക്കെ മാറി നിൽക്കാൻ കാരണം നമ്മുടെ സെമിട്രി കണ്ടിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാ കൊള്ളാമെന്ന് ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഞാൻ ആരെയും ഭരിക്കുവല്ല. എന്റെ മനസ്സിലങ്ങ് വന്ന ഒരാശയം ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുക അഭിഷിക്തനെ. ഹല്ലേലൂയ. അപ്പൊ എന്റെ ചാച്ചന്റെ അഭിപ്രായം കേട്ടപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചു. എന്റെ ചാച്ചൻ ഇതുകൊണ്ടാണോ രക്ഷിക്കപ്പെടാത്തത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എന്റെ ചാച്ചന് രക്ഷ കിട്ടിയില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, മരിക്കാനായിട്ട് കിടക്കുക. ഞാൻ ചോദിച്ചു, ചാച്ചനെ ഞാൻ രക്ഷിക്കപ്പെടുത്തട്ടെ? വേണ്ട. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, പിതാവ് ആകർഷിക്കാതെ പുത്രനെ ആരും അറിയുന്നില്ല. ഒന്ന് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്ന പോലെ എല്ലാവരും നമുക്കുള്ളവരല്ലല്ലോ. അപ്പൊ നമ്മുടെ വിചാരം എല്ലാവർക്കും രക്ഷ ഏറ്റെടുക്കാമെന്നാ? ഒരിക്കലും പറ്റത്തില്ല. ഇത് ദൈവം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഒരു വീട്ടിൽ താമസിക്കുന്ന ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറെ അനുഭവങ്ങൾ പറയുന്നത് ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് കയറിയപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പായേ അങ്ങറിയാതെ ഒരു വാക്ക് എന്റെ നാവിൽ നിന്ന് വരരുത്. ഹല്ലേലൂയ. അപ്പൊ ഞാനിത് കുറെ കാര്യങ്ങള് അറിയാനുള്ള എന്റെ എസ്തേറിനോട് മൊർദെഖായി പറയുന്നുണ്ട്. ആ എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങള്. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദന്മാരിൽ വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എനിക്കിന്ന് ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവ കുഞ്ഞുങ്ങളോട് ഹല്ലേലൂയ എന്റെ കർത്താവിനെ കുറിച്ചൊന്ന് പറയുവാൻ, ഞാൻ ആ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ എന്റെ അപ്പനിൽ ഞാൻ ശരണം പ്രാപിക്കുക. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ആന്റി സുവിശേഷം പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഒരു അമ്മിണി എന്ന് പറഞ്ഞൊരു ആന്റി. അപ്പൊ ആന്റി ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞപ്പോൾ ആ വീട്ടിലെ അങ്കിള് പറഞ്ഞു, അല്ല അമ്മിണി, നീ ഈ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം നന്നാക്കിക്കൊണ്ട് നടക്കുന്നല്ലോ, നിന്റെ ഭർത്താവും മക്കളും എന്ത് ചെയ്യും? ഹല്ലേലൂയ. അപ്പം ആന്റി പറഞ്ഞു, അതെ അച്ചായ, പട്ടാളത്തിൽ ചേരുമ്പം മക്കളെയും ഭർത്താവിനെയും എല്ലാരെയും കൂട്ടിക്കൊണ്ട് തൂക്കി പിടിച്ചോണ്ടല്ല നടക്കുന്നേ. എന്റെ വീട്ടിൽ നിന്ന് എന്നെയാ കർത്താവ് സെലക്ട് ചെയ്തേ. ആ ഒരു വാക്കിനകത്തൊക്കെ എന്തുമാത്രം അർത്ഥമുണ്ടെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ഒരു വീട്ടിൽ നിന്ന് ഇപ്പൊ ഞാന് വിശ്വാസത്തിൽ വന്നു. എനിക്ക് എന്റെ വീട്ടില് ഞങ്ങള് 5 മക്കൾ, ഞാൻ രണ്ടാമത്തത്. എനിക്കൊരു ചേച്ചിയുണ്ട്, കുടുംബമായി വിശ്വാസത്തിലാണ്. എന്റെ ഏറ്റവും ഇളയ ആങ്ങള, ആ ബ്രദറും വിശ്വാസത്തിൽ വന്നു, കുടുംബമായി കർത്താവിന്റെ വേലയിലാണ്. അവർ രണ്ടുപേരും ഈ കോടുകുളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. എന്റെ സഹോദരങ്ങൾ രണ്ടുപേര് വയനാട്ടിൽ, അവര് RCയിൽ തന്നെയാ, ഇതുവരെയും വിശ്വാസത്തിൽ വന്നിട്ടില്ല. എന്റെ മാതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. എന്റെ അച്ചായന്റെ വീട് ഈ വെൺമണിയിലാണ്, ചെങ്ങന്നൂർ വെൺമണിയിൽ. ഞാൻ 8 വർഷമായിട്ട് താമസിക്കുന്നത് കല്ലിശ്ശേരിയിലാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാന് എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം, എനിക്ക് വയനാട്ടില് മാനന്തവാടിയില് ഒരു വിവാഹാലോചനയൊക്കെ വന്നു. വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചു. RCയിലായിരുന്നു. ആ സമയത്ത് എന്റെ ചേച്ചി എന്നെ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകാനിടയായി. അവിടെ എന്റെ ചേച്ചിക്ക് ജോലിയായിരുന്നു. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഇനി അവിടേക്ക് പോരെ, വിവാഹത്തിന്റെ ആ സമയമാകുമ്പോ വീട്ടോട്ട് വന്നാൽ മതി. കാരണം ഒരിടവകയല്ല ഞാനും എന്നെ വിവാഹം കഴിക്കാനിരിക്കുന്ന ആ കൊച്ചിനും. അപ്പം ഇവിടെ നിൽക്കണ്ട, വരാൻ പറഞ്ഞു. എന്നെ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകാനിടയായി. അവിടെ വെച്ച് ഞാൻ എൻ്റെ അച്ചായനെ കാണുകയും ഞങ്ങള് അങ്ങ് ഇഷ്ടത്തിലായി. ഞാൻ എൻ്റെ അച്ചായന്റെ കൂടെ ഇങ്ങോട്ടും പോരുന്നു. ഹല്ലേലൂയ. അപ്പോഴ് എന്റെ വീട്ടില് എന്റെ കല്യാണം നിശ്ചയിച്ച്
ഈ RC-ക്കാർക്ക് ഒരു നിയമമുണ്ട്. ഈ ഇന്നയാളുടെ മോളും ഇന്നയാളുടെ മോനും തമ്മിൽ വിവാഹിതരാകുന്നു എന്ന് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കും ഒരു 3 മാസം. അങ്ങനെ ആ നോട്ടീസ് ബോർഡിൽ കിടക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. ആവർത്തന പുസ്തകത്തിലാണ് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ഒരു ഹല്ലേലൂയ ന്യായപ്രമാണമുണ്ട്. ദൈവമക്കളെ, ആ ന്യായപ്രമാണത്തിൽ ഞാൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് അനുവാദമില്ല. എന്റെ നല്ലവനായ എന്റെ രക്ഷകൻ പാപികളെ തേടി ഈ ലോകത്തിൽ വന്നതുകൊണ്ട് ഇന്ന് എൻ്റെ അപ്പായുടെ കുഞ്ഞുങ്ങളുടെ മുമ്പില് ഞാനൊരു സാക്ഷിയായിട്ട് നിൽക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ പോന്നു. എൻ്റെ വീട്, അതോടുകൂടി എൻ്റെ കുടുംബം ഇല്ലാതായി. എൻ്റെ മാതാവ് ആത്മഹത്യ ചെയ്തു. എന്നെ വിവാഹം നിശ്ചയിച്ച ആ സഹോദരനും ഈ ലോകത്തുനിന്ന് ആത്മഹത്യയിലൂടെ മാറ്റപ്പെട്ടു പോകാനായിട്ടിടയായി. 2 മരണം, 2 വീട് എൻ്റെ ഈ ഒരു പ്രവൃത്തി നിമിത്തം കലങ്ങിപ്പോകാനായിട്ടിടയായി. ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഇതൊന്നും അറിയാതെ അന്ന് മൊബൈൽ ഫോണും ഒന്നുമില്ല. എന്തെങ്കിലും വീട്ടിലോട്ടൊക്കെ വിളിക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന്റെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അങ്ങനെയൊക്കെയാ വിളിക്കുന്നത്, അല്ലെങ്കിൽ ബൂത്തിൽ ചെന്നൊക്കെയാ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്നും അറിയുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ മാതാവ് മരിച്ചു എന്നോ ഈ മോൻ മരിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ദിവസം ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുക. കാരണം എനിക്ക് ഒരു കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ ഈ സ്വർണ്ണമൊക്കെ കൊണ്ട് പണയം വെച്ച്, അതും ബ്ലേഡിനൊക്കെ വെച്ചേക്കുന്നത് തമിഴ്നാട്ടിൽ, വീടെടുക്കാനും ഒക്കെ സ്വർണ്ണമൊക്കെ പണയം വെച്ച്, അത് അതായത് കുറച്ചേറെ സ്വർണ്ണമുണ്ട്, അതൊക്കെ കൊണ്ട് നിസ്സാര വിലക്ക് എടുക്കാം എന്നും പറഞ്ഞ് വെച്ചിരിക്കും. അപ്പൊ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനുള്ള പൈസക്ക് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാം. എൻ്റെ മാതാവിനോട് ഈ പൈസ മേടിച്ചോണ്ട് വന്നിട്ട് വേണം എനിക്ക് ഈ സ്വർണം എടുക്കാൻ. അവിടെ നടന്നതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ എങ്ങനെ ചെല്ലുമ്പോൾ മാനന്തവാടി ചെന്നു, ആ ജംഗ്ഷനിൽ ചെന്ന് ഞാൻ ബസ്സിലാണ്. അപ്പം റോഡിൽ ഇങ്ങനെ എൻ്റെ അമ്മാച്ചൻ നിൽക്കുക, ഇളയ അമ്മാച്ചൻ. ഞാൻ ചോദിച്ചു, ബേബി അങ്കിളിനോട് ചോദിച്ചു, ബേബി അങ്കിളെ, അമ്മച്ചി ഇവിടെയാണോ, അമ്മച്ചിയുടെ വീട്ടിലാണോ, എവിടാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നീ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു, അമ്മയുടെ വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലുക. അപ്പൊ അങ്കിളും റോഡിലാണല്ലോ, ഞാൻ ബസ്സിലാണ്, ഇതൊന്നും അറിയുന്നില്ല. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ നോക്കുകയാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ അമ്മയെ കാണുന്നില്ല. അപ്പൊ എൻ്റെ അമ്മയുടെ അനിയത്തി ഓടി വരും. അവിടെ അടുത്തൊരു എൻ്റെ അമ്മയുടെ ഒരു സഹോദരി താമസിക്കുന്നുണ്ട്. ഓടി വന്നിട്ട് ഞാൻ ചോദിച്ചു, ആന്റി അമ്മച്ചി എന്തിയേ എന്ന് ചോദിച്ചു. അപ്പൊ ആന്റി ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും ഓടി വരുവാ, നാട്ടുകാരെല്ലാം ഓടിപ്പോകും. ഞാൻ വന്നു. അപ്പൊ എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ആന്റി അമ്മച്ചി എന്തിയേ? പറഞ്ഞു, എടി അമ്മ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയടി, അമ്മച്ചി പോയി. ഞാൻ പറഞ്ഞു, കള്ളം പറയല്ലേ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവരെന്നെ റൂമിലോട്ടിട്ട് അടയ്ക്കുക. അപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായി എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അന്നേരം എൻ്റെ ഈ അമ്മയുടെ ഈ സഹോദരിയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. പിന്നെ എനിക്ക് അവിടെ നിൽക്കേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം, വലിയ അറിവൊന്നുമില്ല, RC-യില്ല. അന്ന് ചർച്ചിൽ പോകുന്നുണ്ടെങ്കിൽ സത്യം എന്നാന്നൊന്നും അറിയത്തില്ല. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ മിഥ്യയില് നടക്കുന്ന ഒരു സമയം. നമ്മള് വേദപുസ്തകമൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും ഒരു അറിവുമില്ല. വേദപുസ്തകമൊക്കെ എൻ്റെ അമ്മ ഒച്ചത്തിൽ 7 മണി തൊട്ട് 8 മണി വരെ വേദപുസ്തകം വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വായിക്കുന്നത് പോലെ അത് മനസ്സിലാക്കാനുള്ള ഒരറിവുമില്ല. എന്തോ ഇങ്ങനെ പാട്ട് പാടുന്നത് പോലെ വേദപുസ്തകം വായിച്ച് അതിന്റെ ട്യൂണാണ് ശ്രദ്ധിക്കുന്നത്, അല്ലാതെ ആ വാക്യങ്ങളല്ല ശ്രദ്ധിക്കുന്നത്. ഒരു വ്യാജത്തിന്റെ ആത്മാവ് എന്തൊക്കെയോ സത്യം മറച്ചു പിടിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഒന്നും മനസ്സിലാകുന്നില്ല. വേദപുസ്തകം വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ആ സിസ്റ്റർ അന്ന് ആ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, അതിനു മുമ്പ് വരെ സിസ്റ്റർ എവിടെയായിരുന്നു? 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച്
നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്തിനാലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിനാലുള്ള ലേഖനത്തിനാലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധമമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞുവെന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധമമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധമമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഞാൻ എൻ്റെ കുടുംബത്തിലൊക്കെ ചെന്നാൽ പള്ളിയിലോട്ട് കയറുന്നവർ ചില വീടുകളിൽ വിഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ദൈവമക്കളോട് ആരോടും പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് അവിടെ അവര് എല്ലാവരും കൂടെ വീട്ടിൽ കൂടി എന്നോട് പറഞ്ഞു, നിന്നെ ആരാ കൊണ്ടുപോയത്? അവൻ വരാതെ ഞങ്ങൾ നിന്നെ വിടത്തില്ല. പെട്ടെന്ന് ഞാൻ എൻ്റെ അച്ചായൻ്റെ ഒരു ഫ്രണ്ട് ജോൺ എന്ന് പറഞ്ഞ ആ ഫ്രണ്ട് ഈ തമിഴ്നാട്ടില് ജോലി ചെയ്യുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ. ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് വിളിച്ച് ജോണിനോട് പറഞ്ഞു, ജോണെ അച്ചായനെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ എന്നെ വിടത്തില്ല, എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കാന്ന് പറഞ്ഞു. പെട്ടെന്ന് അവര് വന്നു. ഞാന് ഈ വെൺമണിയിലോട്ടല്ല വരുന്നത്, ഞാൻ തമിഴ്നാട്ടിലോട്ട്. വെൺമണിയിലോട്ടൊക്കെ വരുന്നത് എൻ്റെ മോന് 8 മാസം ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത്. എൻ്റെ മോനിലൂടെയാണ് ഞാൻ രക്ഷയിലേക്ക് വരുന്നത്. എൻ്റെ മോൻ ജനിച്ചപ്പോൾ അവന് ഹല്ലേലൂയ സ്തോത്രം അണ്ണാക്കിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കാണുക എൻ്റെ കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞ്. വീട്ടുകാരെ എല്ലാം വേദനിപ്പിച്ചിട്ട് ഒരു കുടുംബജീവിതത്തിലോട്ട് കയറിയതാണ് ദൈവമക്കളെ. യാക്കോബിനോട് പറയുക, ദൈവം ഞാൻ നിന്നെ അനുഗ്രഹിക്കും, എങ്കിലും ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല. ഹല്ലേലൂയ. ഈ രക്ഷയിലേക്ക് വരാനുള്ളൊരു മുഖാന്തരം എൻ്റെ കുഞ്ഞ. അവനെ ഇങ്ങനെ കിട്ടി. ഇവിടെ മർത്തോമയല്ല ഞങ്ങളുടെ മമ്മി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചാച്ചനും അമ്മച്ചിയും കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. എൻ്റെ സഹോദരങ്ങൾ 2 പേര് ഇപ്പോഴും വയനാട്ടിലുണ്ട്, 2 പേര് ഇവിടെ കോടുകുളഞ്ഞിയിലുണ്ട്. ഞാനും കല്ലിശ്ശേരിയിലായിരിക്കുന്നു. എൻ്റെ വീട് വെൺമണിയിലാണ്. എൻ്റെ അച്ചായൻ്റെ വീട് വെൺമണിയിലാണ്. ഇവിടെ മമ്മിയുണ്ട്. പപ്പ പോലീസിലായിരുന്നു, ആലപ്പുഴ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. പപ്പ മരിച്ചുപോയി. അതുകൊണ്ട് മമ്മി നേഴ്സായിരുന്നു. ജോലിയെല്ലാം വിട്ട് മമ്മി ട്യൂഷൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ വളർത്താനിടയായത്. ഞാൻ ഇവിടെ വരുമ്പോഴും ഇവിടെ ആരും വിശ്വാസത്തിലല്ല. പിന്നെ എൻ്റെ ഈ കുഞ്ഞിന്റെ ഈ വിഷയം കൊണ്ട് സൈമൺ പാസ്റ്റർ വെൺമണി ക്രൂസൈഡ് നടത്തുന്ന വെൺമണി സൈമൺ പാസ്റ്ററാണ് ഞങ്ങളെ വിശ്വാസത്തെ കൊണ്ടുവരുന്നത്. എൻ്റെ അച്ചായൻ ഒരു ദിവസം ബസ് കാത്ത് നിൽക്കുമ്പോൾ പാസ്റ്ററും ബസ് കാത്ത് നിൽക്കുക. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മോന് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ വീട്ടിൽ വന്ന്? ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അച്ചായനാണ് പാസ്റ്റർ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. പാസ്റ്റർ പ്രാർത്ഥിച്ചു. കുഞ്ഞിന് വിടുതലായി. 5.5 മാസത്തിൽ തന്നെ അവന്റെ ആദ്യത്തെ സർജറി കഴിഞ്ഞു. ഇന്ന് അവൻ മിടുക്കനാണ്. ഹല്ലേലൂയ. ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്നായിട്ട് എൻ്റെ കുഞ്ഞ് പാട്ട് പാടും, മിടുക്കനായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. വെൺമണി ഇപ്പോൾ ഞങ്ങള് ഞാൻ 2000 ഞാനും മമ്മിയും വിശ്വാസത്തിലേക്ക് വരാനിടയായി, സ്നാനപ്പെടാനിടയായി. 2002 ഞാൻ അഭിഷേകം പ്രാപിക്കാനായിട്ട് ഇടയായി. എൻ്റെ അച്ഛൻ 2004 വിശ്വാസത്തിൽ വന്നു. ലോകപരമായിട്ട് നടന്ന ഒരു മനുഷ്യൻ എൻ്റെ അച്ചായന്. ഒരു അറിയപ്പെട്ട ഒരു വണ്ടിക്കച്ചവടവും വസ്തുക്കച്ചവടവും തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന ഒരു സമയത്താണ് തമിഴ്നാട്ടിലോട്ട് വരുന്നത്. ഏതോ കേസ് അതിന് മാറി നിൽക്കാൻ വന്നത്. അപ്പോഴാണ് ഞങ്ങൾ സ്നേഹിച്ചിങ്ങോട്ട് പോരുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ കർത്താവിനെ അറിയാൻ ഇടയായത്. വലിയവനായ ദൈവം നഷ്ടപ്പെട്ടു പോകാതെ രക്ഷയിലേക്ക്
എന്നെയും എൻ്റെ കുടുംബത്തെയും ചേർത്തണയ്ക്കാനായിട്ടിടയായി. പിന്നെ എൻ്റെ അച്ഛൻ 2005 ആദ്യത്തെ അറ്റാക്ക് അതോടുകൂടി കർത്താവിന്റെ നാമത്തിൽ സമർപ്പിച്ച് അനേകരെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് എൻ്റെ അച്ചായന്. എന്നെയും കൂട്ടിക്കൊണ്ടുപോയി ആരും കയറാത്ത വീടുകളിൽ പോയി സുവിശേഷം പറഞ്ഞു അനേകരെ രക്ഷയിലേക്ക് എൻ്റെ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബിസിനസ് തന്നെയായിരുന്നു. പൂർണ്ണമായി ഇറങ്ങണമെന്ന് ഒരു ദൈവത്തിന്റെ വിളി കേട്ടെങ്കിലും എൻ്റെ അച്ഛൻ അത് സമ്മതിച്ചില്ല. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ 2018 മൂന്നാമത്തെ അറ്റാക്ക് ആയിരുന്നു. കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടാനിടയായി. രണ്ടാമത്തെ മാസം 2018 രണ്ടാം മാസം കർത്താവ് എൻ്റെ അച്ചായനെ ചേർത്തു. ഞാൻ മൂന്നാമത്തെ മാസം ഞാൻ കർത്താവിന്റെ സന്നിധി സമർപ്പിച്ചു. ഞാൻ അവിടുത്തെ വേല ചെയ്തോളാം. അന്ന് എനിക്ക് 35 ലക്ഷം രൂപ കടമാണ്. ഹല്ലേലൂയ. വാടക വീടാ, 2 മക്കളാ, ജോലി ചെയ്യാൻ അറിയത്തില്ല, യാചിക്കാൻ അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു വല്ലാത്തൊരവസ്ഥയില് ഞാനായിരിക്കും. എന്റെ ബിസിനസ് ഒക്കെ തകർന്നു. ഞങ്ങൾക്ക് ഈ കോടുകുളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. ഒരു ചിക്കൻ കടയും സൂപ്പർ മാർക്കറ്റും. അച്ചായന് വണ്ടിയുടെ ബിസിനസ്സാ, റെന്റിന് കൊടുക്കുന്നതും ഒക്കെ. വണ്ടികളും എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ്. അങ്ങനെയാണ് ഈ ഉഷയാൻറ്റി എന്നെ പരിചയപ്പെട്ട ഉഷയാൻറ്റി ഒക്കെ അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞങ്ങൾക്ക് അവിടെയായിരുന്നു ബിസിനസ്. ഇപ്പോഴ് 8 വർഷമായി ഞാനിവിടെ ഈ കല്ലിശ്ശേരിയുടെ പ്രദേശത്താണ്. ഈ കല്ലിശ്ശേരി വന്ന് ഇന്ന് എൻ്റെ കടമെല്ലാം കർത്താവിന്റെ കരുണയാൽ വീട്ടി. 35 ലക്ഷം രൂപയും കടം വീടി. എൻ്റെ മോൻ പഠിച്ചു, 1 രൂപ കടമില്ലാതെ എൻ്റെ കർത്താവ് അവനെ പഠിപ്പിച്ചു. മോളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കൃപയാൽ ഞാൻ ഇന്ന് എൻ്റെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, കടക്കാര് മാത്രം കേറി ഇറങ്ങുന്ന ഒരു വീടായിരുന്നു എൻ്റെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അച്ഛനെ കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഒരങ്കിള് ദർശനം കണ്ടു. വിനോദ് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുന്നു, മരിച്ചു. സിനി ആത്മഹത്യ ചെയ്യുന്നതായിട്ട് ഒരങ്കിള് ദർശനം കാണാനിടയായി. ഹല്ലേലൂയ. ഞാനിതൊന്നും അറിയുന്നില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് എൻ്റെ സഹോദരി പറഞ്ഞത്, ഇങ്ങനെ ഒരു അങ്കിൾ എൻ്റെ അടുത്ത് വന്നായിരുന്നു, ഇങ്ങനെ കാര്യം, നീ വിനോദ് പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഒരു ദേവദാസൻ ഇങ്ങനെ ഒരു ദർശനം കാണാനിടയായി. ഹല്ലേലൂയ. കൃപയാലാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത്. ഇന്ന് കർത്താവിന്റെ വേലയിലാണ്. ദൈവമക്കളെ, ഞാൻ ഇത്രയും വാക്യങ്ങളും വചനവും ഒക്കെ വായിച്ച് ഓരോരുത്തരുടെയും സാക്ഷ്യമൊക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ കുടുംബക്കാരെ ഓർമ്മ വരും. ഞാൻ എങ്ങനെയായിരുന്നു. ഞാൻ ഈ വെൺമണി വരുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കയ്യിൽ ഒരു കൊന്ത, എൻ്റെ കഴുത്തിൽ ഒരു കൊന്ത, എൻ്റെ പേഴ്സിൽ ഒരു കൊന്ത, എൻ്റെ ബാഗിൽ ഒരു കൊന്ത. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ഞാൻ നടന്നൊരു സമയമുണ്ട്. വേദപുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കർത്താവിനെ ഒന്നും എനിക്കറിയത്തില്ല. കുറെ പുണ്യാളന്മാരെ അറിയാം, മാതാവിനെ അറിയാം. ഒരു സേഫ്റ്റി പിന്ന് താഴെ വീണ ഞാൻ നേർച്ച തരും, നോക്കത്തൊന്നുമില്ല. 10 എത്രയുള്ള മാതാവെ ചൊല്ലിയേക്കാമേ, എൻ്റെ സേഫ്റ്റി പിന്ന് എടുത്തു തരണേ. അപ്പൊ എന്നിട്ട് നോക്കുമ്പോ വേണ്ട കിടക്കുന്നു, പെട്ടെന്ന് എടുക്കുക. ഇങ്ങനെ ഒരു ജീവിതമായിരുന്നു എൻ്റെത്. ഹല്ലേലൂയ. വിഗ്രഹങ്ങൾ പള്ളി കാണുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബസ്സിൽ പോകുമ്പോഴും നടന്നു പോകുമ്പോഴും ഓട്ടോയിൽ പോകുമ്പോഴും ഒക്കെ ഒരു പള്ളിയോ അമ്പലമോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ തൊഴുതിട്ട് പോകുന്ന ഒരവസ്ഥ. കാരണം അന്നത്തെ ആ വിശ്വാസം അങ്ങനെയാ. ജീവിതം ഭക്തിയില്ല, സത്യം അറിയത്തില്ലെന്നേ ഉള്ളൂ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വാക്യങ്ങളും പഠിക്കുമ്പോൾ, വചനം ശ്രദ്ധിക്കുമ്പോൾ, ആവർത്തന പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളി, യഹോവ ഹോരോബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെ സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെ സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ഈ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴെയുള്ള സർവ്വജാതികൾക്കും പങ്കിട്ടു കൊടുത്തിരിക്കുന്നു. നിങ്ങളെയോ ഇന്ന് ഉള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു.
ഹല്ലേലൂയ. ഈ വാക്യം വായിച്ചപ്പോഴാണ് ഒരു ഇരുമ്പുലയ്ക്കകത്തു നിന്നാണല്ലോ ഞാനും പുറത്തു വന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. ആ മിസ്രൈമ്യര് ആ ചെങ്കടല് കടന്ന് വന്നതുപോലത്തെ ഒരു അനുഭവം. 19 വർഷം കണ്ണുനീർ കയത്തിലായിരുന്നു. മാതാപിതാക്കളെ വേദനിപ്പിച്ച് ആ വീടിനകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. എന്റെ മാതാവ് പോയി, ആ കൊച്ചൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി എന്ന് അറിഞ്ഞതിന് ശേഷം സന്തോഷിക്കാനോ പുറത്തോട്ട് ഇറങ്ങാനോ ഒന്നും തോന്നിയിട്ടില്ല. ഈ സത്യം അറിയാനിടയായി. ഈ കർത്താപ്പച്ചന്റെ ക്രൂശിന്റെ ചോട്ടിൽ കിടക്കുമായിരുന്നു ഈ മക്കളെ. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാതെ ആരും ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത്. ഹല്ലേലൂയ. നമുക്കൊരു കുടുംബ ജീവിതം അനുഗ്രഹത്തോടെ നയിക്കണമെങ്കിൽ, കഷ്ടതയിലും പിടിച്ചു നിൽക്കാനുള്ള ബലം നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തില് ആ കുടുംബ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ, നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. ഹല്ലേലൂയ. അവരുടെ വേദനയും കണ്ണുനീരും നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് ആത്മാവിൽ ഒരിക്കലും കുടുംബ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്നും ആ ഒരു ദുഃഖം എന്റെ ഹൃദയത്തിലുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി എന്ന്. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഇപ്പോഴത്തെ തലമുറയൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നാറുണ്ട്. ഞാൻ എന്റെ സാക്ഷ്യം അനേകരോട് പറയാറുണ്ട്. എന്റെ സാക്ഷ്യം മറച്ചു വെച്ചിട്ട് എനിക്ക് ആരുടെയും ഒരു ബഹുമാനമോ പ്രശംസയോ ഒന്നും വേണ്ട. ഞാൻ ആരായിരുന്നു എന്ന് അറിഞ്ഞിട്ട്, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ വരുന്നവര്, ഇന്ന് എന്റെ വീട്ടിൽ വരുന്നവര് പ്രാർത്ഥിക്കാൻ വരുന്നവരാ. അന്ന് എന്റെ വീട്ടിൽ കടക്കാരായിരുന്നെങ്കിൽ ഇന്ന് എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരാ വരുന്നത്. ഞാൻ എന്റെ സാക്ഷ്യം പറയാറുണ്ട്. ഞാൻ ഇങ്ങനെ വന്ന ഒരാളാണ്. ഇങ്ങനെ വന്ന ഞാൻ ഈ സത്യം അറിയാനിടയായി. ഒരു വലിയവനായ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല. കുഞ്ഞുനാളിലെ എനിക്കറിയാം. ജനിച്ച സമയം മുതൽ മരണകരമായ ചില അനുഭവത്തിലൂടെ കുഞ്ഞിലെ തന്നെ കടന്നുപോയത് എനിക്കറിയാം. മഞ്ഞപ്പിത്തം വന്നിട്ട് മരിക്കാറായ ഒരു അനുഭവം, ചിക്കൻ ബോക്സ് വന്ന് വാഴയിലയിൽ എന്നെ കിടത്തിയ ഒരു അനുഭവം, പിന്നെ ദേഹത്ത് ചൂടുവെള്ളം വീണ് തീ അങ്ങനെ പൊള്ളിയിട്ട് ഉള്ളൊരു അനുഭവം. കുഞ്ഞിനെ ശത്രു എത്രയോ പ്രാവശ്യം എന്റെ ജീവനെ അപഹരിക്കാൻ നോക്കിയതാ. കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തില്ല. ഇന്ന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ശത്രു എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചേ. ഇന്ന് നേർക്ക് നേരെ പൈശാചിക ശക്തി നിൽക്കുക. ഹല്ലേലൂയ. വെല്ലുവിളിച്ചുകൊണ്ടാണ് നിൽക്കുന്നേ. ഹല്ലേലൂയ. ഞാൻ നേരത്തെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ചിലരുടെ ശരീരത്തിൽ നിന്ന് പൈശാചിക ശക്തി ഇങ്ങനെ വിട്ടുപോകുന്ന നമുക്ക് കാണാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നേർക്ക് നേരെ വന്നിട്ട് പറയാൻ, ഈ കഴിഞ്ഞതിന്റെ 2 ആഴ്ച മുമ്പ് ഒരു 85 വയസ്സായി ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഞാൻ എന്റെ ബെഡ്റൂമിലോട്ട് വന്നിട്ട് പറയാം, നീ ഈ ദേശത്ത് നിന്ന് ഓടിക്കോണം. ഞാൻ പറഞ്ഞു, ഈ ദേശത്താണോ ഏത് ദേശത്ത് നിൽക്കുമെന്ന് നീയല്ല തീരുമാനിക്കുന്നേ, എന്റെ അപ്പ തീരുമാനിക്കും ഞാൻ എവിടെ നിൽക്കണം. നീയല്ല തീരുമാനിക്കുന്നത്. ഞാന് ഈ ബെഡ്റൂമിനകത്തുനിന്ന് ഈ ഹോളിനകത്തേക്ക് കയറിയപ്പോൾ എന്റെ പുറകിൽ ഒരാൾ നിൽക്കുക. ഒരു 15 വയസ്സ് 17 വയസ്സിനിടയ്ക്ക് പ്രായം തോന്നും. ഒരു നല്ലോണം വെളുത്തിട്ട് ഒരു കറുത്ത ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് നിന്നിട്ട് കണ്ണാടി കൂടി എന്നെ കാണിച്ചു പറയാ, ഞാനും ഉണ്ട് കൂടെ എന്ന്. ഹല്ലേലൂയ. അപ്പം ഞാന് ദൈവമക്കളെ ഒരു 5-8 വർഷം മുമ്പ് ഇത് കണ്ടെങ്കിൽ ഞാൻ അവിടെ ബോധം കെട്ട് വീണേനെ. ഹല്ലേലൂയ. പക്ഷേ ഇപ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അത് ആരാണെന്ന ദൈവമക്കൾക്ക് മനസ്സിലായേ. ഹല്ലേലൂയ. എന്റെ അപ്പ എനിക്ക് ഉള്ളിൽ ഒരു വെളിപ്പാട് തന്നിട്ട് ഞാൻ ഫൈറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാ. ദാസിയും കുഞ്ഞുമാ. ഹല്ലേലൂയ. ദാസിയും കുഞ്ഞിനെ പുറത്താക്കി കളക എന്ന് തിരുവചനം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവള് വന്ന് ഫലം കായ്ച്ചു നിൽക്കുക. ഒരു കൊച്ചു കുഞ്ഞിനെയും ഹാഗറിനെ അല്ല അബ്രഹാം ഇറക്കി വിട്ടത്. ആ മകൻ ഇത്രയും പ്രായം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അല്ലാണ്ട് ജനിച്ച ഉടനെ അല്ല ഇറക്കി വിട്ടത്. ഹല്ലേലൂയ. ഇവൻ ചില വീടുകളില് ഇശ്മയേൽ വന്നു, പിന്നെ കേദാറും വന്നു, കൊച്ചുമകനും വന്നു ഹാഗറിന്റെ. മൊത്തത്തിൽ ഇരുട്ട. ഇവൻ വന്നു എന്നുള്ളതിന്റെ തെളിവ് എന്നാ ദൈവമക്കളെ? സമാധാനം ഇല്ല, രോഗമാ, ശൂന്യതയാ, കഷ്ടതയാ, സങ്കടമാ, ദൈവഭവനങ്ങളാ. പക്ഷെ പ്രാർത്ഥിച്ചു വരാൻ പറ്റുന്നില്ല. എന്റെ ഭവനത്തെ ഞാൻ ഓർക്കാറുണ്ട്. എന്റെ പപ്പായുള്ള സമയത്ത് വിറച്ച് ജീവിക്കുന്ന ഒരു അനുഭവം. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ
ഞാൻ ദേവദാസൻ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഒക്കെ പരിചയപ്പെടുത്തണമല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാർ ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ച ഒരു മലയാള സ്കൂളിൽ പഠിച്ചത്. ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറുപ്പ് മാഷ്, പേര് പറയാ, മാഷ് ഇന്ന് ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഒന്നും അറിയത്തില്ല. ഈ സാറ് വരിക, എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഞാൻ പറയത്തില്ല, ബെഞ്ചിന്റെ മേളിൽ കയറ്റി നിർത്തുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ എല്ലാ പീരീഡും ഞാൻ ബെഞ്ചിന്റെ മേളിൽ, എന്നെ പോലെ 1-2 പേരുണ്ട്. അപ്പൊ ഈ സാറിനെ ഓർത്തിട്ട് എനിക്ക് സ്കൂളിലോട്ട് പോകാൻ പേടി. ഈ സ്കൂളിന്റെ അടുത്ത തറം എന്റെ കാല് വരയ്ക്കാൻ തുടങ്ങി. വീട്ടിലോട്ട് പോകുമ്പോൾ എന്റെ ചാച്ചനെ ഓർത്ത്, മദ്യപിച്ചിട്ടാണോ വന്നത്, ആ ഒരു ഭയവും കൊണ്ട് കാല് വിറച്ചുകൊണ്ട് നടക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ഒരു വിറച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പകാലം. ബാല്യകാലം എന്ന് പറയുന്നത് ഒരു, എന്തോ പറയണേ, ഒരു പേടിച്ച് വിറച്ച് ജീവിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ചിരിക്കാൻ പേടിയാ. അങ്ങനെ ഒരു അനുഭവത്തിലൂടെയാ. അത് മറക്കാൻ കഴിയുന്നില്ല ദൈവമക്കളെ. അത് അങ്ങനെ ഒരു ജീവിതം നയിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത്. എന്നെ വിവാഹം പറഞ്ഞ ആ കൊച്ചനെ ഒരു മദ്യപാനിയായിരുന്നു കേട്ടോ. ഒരു അധ്യാപകരുടെ ഒരു മകനാ. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നു. എന്റെ അച്ഛൻ അവിടെ തമിഴ്നാട്ടിൽ വന്നിട്ട് എന്റെ ചേച്ചിയുടെ അടുത്ത് ജോലിയൊക്കെ ചോദിച്ചു വന്നതാ. എന്റെ ചേച്ചി അവിടെ ഒരു കമ്പനിയിലെ മാനേജറായിരുന്നു. അപ്പൊ ചേച്ചിയുടെ അടുത്ത് ജോലി ചോദിച്ചു വന്നത്. അപ്പം ജോലി വെച്ച് വന്നപ്പോ ചേച്ചിയുടെ കൂടെ ഞാനും ഉണ്ട്. ഇവിടെ എങ്ങാണ്ട് കേസ് എങ്ങാണ്ടായിട്ട് ഇവിടുന്ന് ഒളിവിൽ വന്നതാ. അപ്പൊ ക്രിസ്ത്യാനൊക്കെ പാടിയാ നടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ അച്ഛൻ ഭയങ്കര ഭക്തനാന്ന് വിചാരിച്ച എന്റെ അച്ഛന്റെ കൂടെ ഇങ്ങോട്ട് പോയിന്ന്. ഇവിടെ വന്നപ്പോഴറിയുന്നേ, അവിടെ എന്നെ വിവാഹം പറഞ്ഞ മനുഷ്യൻ ഒരു മദ്യപാനി മാത്രമായിരുന്നു. ഇവിടെ അറിയപ്പെട്ട ഒരു അടിയും കേസും മദ്യപാനവും എല്ലാം ഉള്ള ഒരു ആണ്. പക്ഷെ 2004 എന്റെ അച്ഛൻ കർത്താവിന്റെ സന്നിധിയില് ഹല്ലേലൂയ വന്നു അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നവരാണ്. അങ്ങനെ ഒരു ഭാഗ്യം എന്റെ കർത്താവ് എനിക്ക് ചെയ്തു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അപ്പോൾ കൊച്ചിയിലെ ഓർക്കുമ്പോൾ മറക്കാൻ പറ്റത്തില്ല. കാരണം സന്തോഷകരമായ ഒരു അനുഭവം ആയിരുന്നില്ല. ഇന്ന് വലിയ ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമല്ല. ഈ വാടകയൊക്കെ ഞാൻ പോലും അറിയുന്നില്ല, അപ്പായാ കൊടുക്കുന്നേ. എന്റെ കടമൊക്കെ അപ്പ വീട്ടി നല്ല സന്തോഷമായിട്ട് എന്റെ അപ്പ എന്റെ ഉള്ളം കയ്യിൽ എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നേ. ആ പഴയ ആ ഭയത്തിന്റെ ആത്മാവ് എന്നെ വിട്ടുപോകും. അപ്പോൾ ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കും. അപ്പൊ ഇതൊരു ആത്മാവാ, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ആത്മാവ്, സത്യത്തിലേക്ക് വരാൻ കഴിയാതെ വണ്ണം നമ്മളെ തടയുന്ന ഒരു ആത്മാവ്. ഈ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് വെട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ സ്വതന്ത്രരാകത്തുള്ളൂ. അപ്പോൾ ആ ഭയം എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആ പൈശാചിക ശക്തി എന്റെ അടുത്ത് വന്നു, അമ്മയും മോനും. അത് വന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ദാസ്യം കുഞ്ഞിനെ പുറത്താക്കി കളയുക, ദാസ്യം കുഞ്ഞിനെ പുറത്താക്കി കളയാന്ന് പറഞ്ഞാൽ ഞാൻ ഈ വചനവും കൊണ്ടാ ശുശ്രൂഷയ്ക്കായിട്ട് നടക്കുന്നത്. ചില ഭവനങ്ങളിൽ നിന്ന് ഇരുട്ട് മാറിയില്ലെങ്കിൽ അവിടെ വെളിച്ചം വരത്തില്ല മക്കളെ. ഇരുട്ട് മൊത്തത്തിലിരുട്ട. ചില ദൈവഭവനങ്ങളില്ല അധികവും ഇരുട്ട്. കർത്താവിന് വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ ദൈവമക്കളോട് അടുക്കും ചിട്ടയായിട്ടൊന്നും അല്ല പറയുന്നത്, ദൈവമക്കൾ ക്ഷമിക്കണേ. ഞാനും അച്ഛനും കൂടെ 2016 ഒരു അനുഭവം. ഞാനും അച്ഛനും കൂടെ ഭയങ്കര വഴക്കിടും. ഞാനും അച്ഛനും പാവം ജീവിച്ചിരുന്നപ്പോ അതിനൊരു സമാധാനവും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ അച്ഛൻ തൊടുന്ന് പിടിക്കുന്ന എല്ലാം ഇടമാണ്. ഞാനിങ്ങനെ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് സദൃശ്യവാക്യം 31-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ ഞാൻ വായിക്കാനിടയായി. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിൽ വേറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. അപ്പോൾ എന്റെ അച്ഛൻ പോയതിനു ശേഷമാണ് എനിക്ക് ഈ വചനം കിട്ടുന്നത്. അപ്പൊ എന്റെ സാമർത്ഥ്യമില്ലായ്മയാണ് ഹല്ലേലൂയ എനിക്ക് കടം വന്നത്.
ഹല്ലേലൂയ. ഞാനൊരു വീടിനകത്തൊരു വിളക്കായിട്ടിരിക്കേണ്ടവളായിരുന്നു. എനിക്ക് പ്രകാശിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കടഭാരം എന്ന ഇരുട്ട് എന്റെ വീടിനകത്ത് കയറിയത്. ഹല്ലേലൂയ. ഞാനൊരു വെളിച്ചമായിരുന്നെങ്കിൽ ആ കടം എന്റെ അച്ചായനെ ഹല്ലേലൂയ സ്തോത്രം ക്ഷീണിപ്പിക്കത്തില്ലായിരുന്നു, ബുദ്ധിമുട്ടിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. വഴക്കിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അച്ചായൻ 1 പറയും, ഞാൻ 9 പറയും. അപ്പൊ എന്റെ മോൻ പറയുക, പെട്ടെന്ന് മോൻ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ട്, ഈ വീട്ടിലിപ്പോ യേശോപ്പച്ചനില്ല, പിശാചാണോ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കൊരു സംശയം. എന്റെ മോൻ ഇങ്ങനെ പറയാനിടയായി. പെട്ടെന്ന് എനിക്കൊരു അടി കിട്ടിയ പോലെ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് എന്റെ ആ വഴക്കുമൊക്കെ നിർത്തി. എന്റെ അച്ചായനും ശബ്ദം ഒക്കെ ഉണ്ടാക്കുന്നത് നിർത്തി. ഞാൻ അടുക്കളയിലോട്ടും പോയി. അച്ഛൻ ഹോളിലിരിക്കുക. ഹല്ലേലൂയ. അതാരാണ് എന്റെ കുഞ്ഞിനെ ഉപയോഗിച്ചത്? എന്റെ അപ്പ ഞങ്ങളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. എന്റെ കുഞ്ഞിനോട് നീ എന്നാടാ ഈ പറയുന്നേ എന്ന് ഞങ്ങൾ ചോദിച്ചില്ല. കാരണം അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമാണെന്ന് എനിക്കും എന്റെ അച്ഛനും നല്ല ബോധ്യമായി. കാരണം ഞങ്ങൾ സുവിശേഷകരാ. അനേകരെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറ്റാനൊക്കെ ആയിട്ട് പോകുന്നവരാ. അപ്പൊ ഈ കടത്തിന്റെ കാര്യം പറഞ്ഞോണ്ടാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ സാമ്പത്തിക വിഷയമൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കടക്കാര് വീട്ടിൽ കയറി ഇറങ്ങി നടക്കുമ്പോ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ആ വിഷയത്തിൽ നിന്ന് എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. അതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. അതൊക്കെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. ക്ഷീണമുള്ളവര്, കടമുള്ളവര്, രോഗമുള്ളവര് ഇവരൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഹൃദയം കൊണ്ടായി വിളിക്കുന്നേ. ഹല്ലേലൂയ. കാരണം ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. എന്റെ ശബ്ദം കേൾക്കുന്നവരാരെങ്കിലും കടഭാരത്താലോ ഒക്കെ ഞെരുങ്ങുന്നുണ്ട്, എന്റെ സഹോദരിമാര്, എന്നെ കേൾക്കുന്ന സഹോദരിമാര്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഇല്ല, നമ്മൾ ഉണ്ടാക്കണം സമാധാനം. ഹല്ലേലൂയ. അന്ന് എനിക്ക് അച്ഛനുള്ള സമയത്ത് എന്റെ സമയം ഞാൻ വെറുതെ വഴക്കൊക്കെ ഇട്ട് കുറ്റപ്പെടുത്തിയൊക്കെ സമയം ചെലവഴിച്ചു. ഹല്ലേലൂയ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയത്തില്ല. ഒരു ഞാനിപ്പോൾ എന്റെ അച്ഛന് കാർ പോർച്ചിന്ന് കാറെ കൊണ്ടുപോകും. സഭയിൽ ഞാൻ നടന്നതായിട്ട് എനിക്ക് റോഡിൽ ഞാൻ എന്റെ കാല് വെച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇന്ന് ഇവിടെ ഇറങ്ങി നിൽക്കുക. ഞാൻ ഈ കല്ലിശ്ശേരി കേംചെറിയാൻ ഹോസ്പിറ്റൽ റോഡാണ് താമസിക്കുന്നത്. അവിടെ ഇറങ്ങി നിൽക്കും. ചിലപ്പോ ഓട്ടോയ്ക്കൊക്കെ എല്ലാത്തിനും കൈ കാണിക്കുക. ചില ഓട്ടോ നിർത്തും, ചില ഓട്ടോ നിർത്തത്തില്ല. നിർത്തിയില്ലെങ്കിൽ കല്ലിശ്ശേരി വരെ നടക്കും. ഹല്ലേലൂയ. 2018 2-ാം മാസം വരെ എന്റെ അച്ഛൻ എന്നെ നടത്തിച്ചിട്ടില്ല. കടമാണേലും വിഷമാണേലും എന്നെ അറിയിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ഈ കടമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീടിനകത്തിരിക്കുക. എന്റെ അച്ഛൻ എന്നെ കടം അറിയിച്ചിട്ടില്ല. ആ പാപം പോയതിന്റെ ശേഷമാണ് എന്റെ അച്ഛൻ അനുഭവിച്ചത് എന്താണെന്ന് എന്റെ അച്ഛനെ അലട്ടിക്കൊണ്ടിരുന്നവരെല്ലാം പിന്നീട് എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയാണ്. എനിക്ക് യാചിക്കാൻ അറിയത്തില്ല. റൂമിനകത്തൊരു പാവിരിച്ച് കരയുക, എന്റെ മക്കളെ കൈപിടിച്ച് കരയുക. വാടക കൊടുക്കാനില്ല. അന്ന് ഞാൻ ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിലാണ് താമസിക്കുന്ന, ഒരു അമേരിക്കക്കാരുടെ വീട്ടില്. നല്ലൊരു കുടുംബം. ഒരു 3500 രൂപയ്ക്ക് ഞാൻ 7 വർഷം താമസിക്കാനിടയായി. അല്ലെങ്കിൽ എന്റെ വീട് പോലെ ഞാൻ താമസിക്കാനിടയായി. ആ വീട് അവർക്ക് വിൽക്കണമായിരുന്നു. അവിടുന്ന് മാറി ഞാൻ ഇപ്പോൾ ഈ ഒരു ഭവനത്തിൽ നല്ല വാടകയുണ്ട്. പക്ഷെ ഇതും ഞാൻ പോലും അറിയുന്നില്ല റെന്റ് കൊടുക്കുന്നത്. എന്റെ അപ്പ ഈ മാസവും ഇന്നലെയായിരുന്നു കൊടുക്കേണ്ടത്, ഞാൻ കൊടുത്തു. എന്റെ അപ്പ എന്ത് ഭംഗിയായിട്ടാ എന്റെ കർത്താവ് എന്നെ നടത്തുന്നത്. വിളിച്ചവൻ വിശ്വസ്തനാ. അവൻ വഴികരി രക്താച്ച് നമ്മള് പോകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഞാൻ എന്നാ ചെയ്യണേ? അപ്പായേ എന്നൊന്ന് വിളിച്ചാൽ മതി. ഹല്ലേലൂയ. തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. നേരത്തെ കടക്കാരെ കാണുമ്പോ പേടിയാ. ഉഷിയാന്റിയോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഒരു ദിവസം 2014 ഉഷിയാന്റി എന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാം, സിനി, നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ കടമുണ്ടെന്നും നിങ്ങൾ ഈ ദേശം വിട്ട് പോകുവാന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. അന്ന് ഞങ്ങൾക്ക് ഓടുകുളഞ്ഞിലെ ബിസിനസ്സാ. അപ്പൊ ആന്റിയോട് ഞാൻ ചോദിച്ചു, ആന്റി ആര് പറഞ്ഞു? അത് ഞാൻ അറിഞ്ഞു. അപ്പൊ പറഞ്ഞു, ആന്റി ഇന്ന ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ച് കിടക്കാം. ഞാൻ പറഞ്ഞു, ആന്റി ഇപ്പൊ വണ്ടികളുണ്ട് വിൽക്കാനും കാര്യമൊക്കെ. ഞാൻ പറഞ്ഞു 1.5 മാസത്തിനുള്ളിൽ ആന്റിയുടെ ഈ കാര്യം ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞു. വിശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു, ഒന്നും കണ്ടിട്ടല്ല. 1.5 മാസത്തിനുള്ളിൽ. ഞാൻ അപ്പൊ പറഞ്ഞു, ആ നാറ്റം വെച്ചു. ലാസറിന്റെ കല്ലറയ്ക്കല് കർത്താവ് വരാൻ സമയമായി. ഹല്ലേലൂയ. ലാസർ ഉയർക്കാൻ സമയമായി. ഹല്ലേലൂയ. നാറ്റം വെച്ചു. ഞാൻ അന്നേരം സന്തോഷിക്കുക. ഹല്ലേലൂയ. ഈ വാക്യമൊക്കെ ഉള്ളിൽ കിടക്കുക. 4-ാമത്തെ ദിവസം ലാസറിനെ ഉയർപ്പിച്ച ആ ശബ്ദമൊക്കെ എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ആന്റിയോട് ഞാൻ പറഞ്ഞു വിട്ടു, 1.5 മാസം ഡേറ്റ് ഒക്കെ പറഞ്ഞു. ഈ 1.5 മാസം 1 മാസത്തിനുള്ളിൽ ആ കാര്യത്തിന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഈ വചനത്തിൽ ഭയങ്കര ശക്തിയാണ്.
ഹല്ലേലൂയ. നമ്മൾ ഈ ലാസറിനെ പറയണമെങ്കിൽ നമ്മൾ വചനം ലാസറിനെ അറിയണമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നയനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. അവളുടെ കരച്ചില്, അവളെ കണ്ടു. അത് നമുക്കത് അറിയണമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെയാ നമ്മൾ പുറത്തു വന്നേ എന്ന് ഈ തിരുവചനം വായിക്കുമ്പോഴല്ലേ. ഇന്ന് കർത്താവ് ഓരോ കാര്യങ്ങളും എന്നെ ഇങ്ങനെ പഠിപ്പിക്കുക. ഒന്ന് തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം 6-ഉം വാക്യങ്ങൾ. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിക്കുകയും അപ്പസ്തോലനുമായി ബോഷ്കല്ല, പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടുമിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മള് ഒരപ്പസ്തോലന്റെ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ, നമ്മളൊരു ഉപദേശിയായിട്ടിരിക്കുന്നുവെങ്കിൽ, നമ്മൾ കുറച്ചു പേരെയൊക്കെ ഈ ആത്മീയത്തിൽ നടത്തുന്നുവെങ്കിൽ, സത്യം അവരെ അറിയിക്കണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മൾ എന്താണ് പറയേണ്ടത്? ആരാണ് മധ്യസ്ഥൻ? നമ്മുടെ കർത്താവല്ലാതെ ഒരു മധ്യസ്ഥൻ ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. മാതാവ് സ്വർഗത്തിൽ പോയിട്ടുണ്ടോ? എന്റെ മാതാവിനെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ മാതാവിനെയാ. ആ മാതാവിനെ പോലെ ഭാഗ്യവതി ലോകത്തിൽ ആരോ ഉള്ളേ? നമ്മുടെ അപ്പായെ 9 മാസം വഹിക്കാൻ ചുമക്കാൻ ഒരു ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? പക്ഷെ അമ്മ ഒരിക്കലും ദൈവമല്ല. അമ്മ എന്ന് നിത്യത വിശ്രമിക്കുക. അമ്മയ്ക്ക് ഇപ്പൊ നമ്മളെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും പറ്റത്തില്ല. അമ്മ കർത്താവിന്റെ ആ 2-ാമത്തെ വരവില് ഹല്ലേലൂയ കാഹളനാദം കേൾക്കുമ്പോൾ അമ്മ ഉയർക്കും. വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ, നമ്മളെ കർത്താവ് ചേർക്കുമ്പോൾ അമ്മയെ അവിടെ ചെന്നിട്ട് കാണാം. അല്ലാതെ അമ്മയ്ക്ക് ഇപ്പൊ നമ്മളെ ഒന്നും ചെയ്യാനോ നമ്മളെ അനുഗ്രഹിക്കാനോ ശിക്ഷിക്കാനോ അമ്മയ്ക്ക് പറ്റത്തില്ല. നമ്മൾ ഒരിക്കലും അമ്മയെ വെറുക്കുമല്ല. ആ സ്ത്രീയെ പോലെ ഭാഗ്യവതി ആരാ ഉള്ളേ? ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഇവിടെ അപ്പ മാത്രമേ സ്വർഗത്തിൽ പോയിട്ടുള്ളൂ. ഇവിടെ കർത്താപ്പച്ച മാത്രമേ സ്വർഗത്തിലുള്ളൂ. പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. കാര്യസ്ഥനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചിരിക്കുക. ഞാൻ പോകാഞ്ഞാലോ കാര്യസ്ഥൻ നിങ്ങളുടെ ഇടയിൽ വരത്തില്ല. കാര്യസ്ഥൻ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. ഹല്ലേലൂയ. ന്യായവിധി എന്നതോ യോഹന്നാൻ സുവിശേഷം 3-19 അല്ലേ? ഹല്ലേലൂയ. ന്യായവിധി എന്നതോ ഹല്ലേലൂയ അതിന്റെ 19-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 3-19. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. ഹല്ലേലൂയ. വെളിച്ചം അറിഞ്ഞു. എനിക്ക് നന്നായി അറിയാം. ഈ ഈ ആത്മീയ ഗുരുക്കന്മാരെന്ന് പറയുന്നവര് ഇതിൽ പകുതി പേർക്ക് സത്യം അറിയാം. സത്യം അറിയാൻ നടക്കുന്നവരല്ല. അവര് തിരുവചനം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഹല്ലേലൂയ, സ്തോത്രം. അല്ലാത്തവരൊക്കെ ഞാൻ എന്റെ കുടുംബത്തിൽ തന്നെ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഉണ്ട്. ഇവർക്ക് സത്യം അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടാണെങ്കിൽ നമുക്ക് അതറിയാനുള്ളൊരു വഴിയൊന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ കോവിഡിന്റെ ശേഷം ഹല്ലേലൂയ നമുക്കിന്ന് സത്യം അറിയാത്ത ഒരു അധികം പേരും ഇല്ല എന്ന് എന്റെ ഹൃദയം പറയുന്നു. പക്ഷെ സത്യം അറിഞ്ഞിട്ടും, വെളിച്ചം എന്താണെന്ന് അറിഞ്ഞിട്ടും, സ്വർഗത്തിൽ എങ്ങനെയാ പോകേണ്ടത്, ഏതാണ് സ്വർഗത്തിലോട്ടുള്ള വാതിൽ എന്ന് അറിഞ്ഞിട്ടും അതിനെ തള്ളിക്കളഞ്ഞ് ഇരുട്ടിന്റെ പുറകെ നടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഓർക്കുമ്പോ ഹൃദയത്തിൽ ഭയങ്കര വേദനയാണ്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ലൂസി ആന്റിയുടെ ഞാന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എൻ്റെ ആന്റിയുടെ അമ്മച്ചി എനിക്ക് തോന്നുന്നു ഒരു 93 വയസ്സുണ്ട് മാതാവിന്. ഇങ്ങനെ വയ്യാതെ കിടക്കുക, തീരെ വയ്യ മാതാവിന്. അപ്പം ആന്റി വിശ്വാസത്തിലാ. ഞാൻ പറഞ്ഞു, ആന്റി മാതാവിനെ രക്ഷിക്കപ്പെടുത്തിയോ? മമ്മിയുടെ അടുത്താ ഇരിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥനയാ. ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടുത്തിയോ? പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു, നമുക്ക് രക്ഷിക്കപ്പെടുത്തിയാലോ മാതാവിനോട്. അപ്പൊ ഞാനെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മമ്മി സമ്മതിക്കണ്ടേ? അപ്പം ഈ ആന്റി ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ എന്റെ മുമ്പത്തെ ആഴ്ചയെ ഈ 93 വയസ്സുള്ള മാതാവിനെ രക്ഷിക്കപ്പെടുത്താൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു.
ഹല്ലേലൂയ. കാരണം ഈ രക്ഷയുടെ പെട്ടകത്തിലേക്ക് കയറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞു കൊടുക്കുക. പണ്ട് ഈ ദൈവദാസന്മാരും ദൈവദാസിമാരൊക്കെ സുവിശേഷം പറയാൻ വരുമ്പോൾ ട്രാക്റ്റ് ഒക്കെ തരുമ്പോൾ ഇത് വായിക്കുകയും ഇതിന്റെ സത്യം മനസ്സിലാക്കുകയല്ല, ഇവരെന്തോ സാമ്പത്തികം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക എന്നുള്ളൊരു ചിന്തയാണ്. ഇവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുക എന്നുള്ള ചിന്തയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ ഈ ചാനലൊക്കെ ഹല്ലേലൂയ ഞാന് കർത്താവിന്റെ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് അവരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത് കാണുമ്പോൾ അനേകരെ അന്ധകാരത്തിൽ നിന്ന് ഈ പ്രകാശത്തിലേക്ക് വിളിച്ച് അവരെ ആ ഒരു വലിയ ചേറ്റിൽ നിന്ന് വലിച്ചു കയറ്റുന്നത് കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരെ എന്നെക്കാളും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ അവരെ തകർക്കാനല്ല നമ്മൾ ശ്രമിക്കണ്ടേ, നമ്മൾ അവർക്ക് വേണ്ടി ഇടിവി നിൽക്കാൻ. ഹല്ലേലൂയ. ആരെങ്കിലും ഒന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ മതി, കൃപാവരം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ഒന്ന് പ്രകാശമായാ മതി. ഹല്ലേലൂയ. ആരും നഷ്ടപ്പെട്ടു പോകാതിരുന്നാൽ മതി. ദൈവത്തിന്റെ വെളിച്ചമായിട്ട് ഹല്ലേലൂയ സ്തോത്രം അനേകരെ സത്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ മതി. ഹല്ലേലൂയ. എനിക്ക് വലിയ കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, എൻ്റെ അപ്പ വെളിച്ചമാണെന്നും എൻ്റെ അപ്പായിക്ക് നമ്മളെ വിടുവിക്കാൻ കഴിയുമെന്നും ഒക്കെ എനിക്കറിയാം. ഞാൻ എൻ്റെ കർത്താവിനെ അപ്പായേന്നൊന്ന് വിളിച്ചാൽ മതി, ആ സെക്കൻഡിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണമാണോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരുടെ വിഷയമാണോ, എൻ്റെ അപ്പച്ചൻ എൻ്റെ സമീപത്താ. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ കർത്താപ്പച്ചൻ എൻ്റെ കൂടെ നടക്കുന്നതായിട്ട്, ഞാൻ എൻ്റെ അപ്പായെ ധരിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് ഞാൻ ആത്മാവിൽ അനുഭവിക്കാറുണ്ട് ദൈവമക്കളെ. ചുമ്മാ ആരെങ്കിലും പറയുന്ന സാക്ഷ്യം കേട്ടിട്ടുണ്ടല്ലോ നടക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനെ അനുഭവിച്ചുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ. എൻ്റെ കർത്താപ്പച്ചൻ എൻ്റെ കൂടെ ഇല്ല എന്നുള്ളതും ചില സമയത്ത് ഞാൻ അനുഭവിക്കാറുണ്ട്. എൻ്റെ അപ്പ പരിശുദ്ധ ആത്മാവ് എന്നിൽ നിന്ന് മാറിയെന്ന് എൻ്റെ ചില ചിന്തകള്, എൻ്റെ ശരീരത്തിലെ ചില അനുഭവങ്ങള് എനിക്ക് മനസ്സിലാക്കി തരും. ഹല്ലേലൂയ. അങ്ങനെയും ഞാൻ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഈ കർത്താപ്പച്ചനെ ക്ഷണിക്കണം. നമ്മള് ചുമ്മാ ഒന്നും കർത്താവ് വരത്തില്ല, വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എൻ്റെ സാക്ഷ്യത്തിലൂടെ ഇങ്ങനെ അനേക സാക്ഷ്യങ്ങളിലൂടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ നിന്നോട് കൂടി ഒന്ന് വസിക്കട്ടെ, ഞാൻ നിന്റെ വീട്ടിലൊന്ന് വാഴട്ടെ, ആ ഇരുട്ടിന്റെ ശക്തി പുറത്തു പോട്ടെ, ഞാൻ നിന്നെ രക്ഷിക്കാം. പക്ഷേ നമ്മൾ തുറന്നു കൊടുക്കാതെ അപ്പ പ്രവേശിക്കത്തില്ല. ഇടിച്ചു കയറി വാതിൽ തുറന്ന് ചവിട്ടി കയറിയൊന്നും നമ്മുടെ അപ്പ വരത്തില്ല. അത് അങ്ങനെ വരുന്നത് പിശാച. ഹല്ലേലൂയ. അവനെ വിളിക്കൊന്നും വേണ്ട, അവനെ ഒന്ന് നോക്കിയ ഒന്ന് ചിന്തിച്ചാ മതി, ചാടി കേൾക്കുള്ളൂ. ഹല്ലേലൂയ. അവൻ വരുന്നത് അറുക്കാനും മുടിക്കാനും, നമ്മുടെ ഇല്ലായ്മ ചെയ്യാൻ. ഹല്ലേലൂയ സ്തോത്രം. അവൻ വന്നിട്ട് നമ്മുടെ പഴയ പ്ലാസ്റ്റിക്കിന്റെ പാത്രം അല്ല എടുത്തോണ്ട് പോകുന്നത്, വിലയേറിയതാ എടുത്തോണ്ട് പോകുന്നത്. വിലയേറിയതാ അവന് വേണ്ടത്. അപ്പൊ വ്യാജത്തിന്റെ വ്യാപാരം. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ചിലരെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ചിലർക്ക് ഇങ്ങനെ എന്തെങ്കിലും കൊന്തയാണോ രൂപമാണോ കയ്യിലൊക്കെ ഉള്ളത് അങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, ഭക്തി കൂടുക. നേരത്തെ എനിക്കും അങ്ങനെയായിരുന്നു. ഞാൻ ആ ഭക്തിയിൽ കൊന്ത പിടിച്ച് ഞാൻ ഇങ്ങനെ ചുംബിക്കുക, ഹല്ലേലൂയ രൂപത്തെ ചുംബിക്കുക, ഞാൻ ഇങ്ങനെ നടന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അതൊരു വ്യാജമാണ് എന്ന് അനുഭവിച്ചുകൊണ്ട് അതേ മക്കളോട് പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. അതിൽ നിന്നെല്ലാം ക്രിസ്തുവിലേക്ക് വരണം. ഈ വേദപുസ്തകം വായിക്കാൻ തുടങ്ങണം. വചനത്തിന് മാത്രമേ നമ്മളെ ഹല്ലേലൂയ സത്യത്തിലേക്ക് നടത്താൻ പറ്റത്തുള്ളൂ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് യേശു വാസ്തവമായി നിങ്ങൾ എൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ സത്യത്തിന് മാത്രമേ നമ്മളെ സ്വതന്ത്രരാക്കാൻ പറ്റത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. ആ വിഗ്രഹത്തിന്റെ ഇതൊക്കെ കാണുമ്പോൾ യെശയ്യാ പ്രവചനം 44 പഠിക്കുമ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ നേരത്തെയൊക്കെ ചെയ്തു ഓർക്കുമ്പോൾ ഈ വചനമൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ വായിക്കുന്നില്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇത്രയും വേദപുസ്തകം കൊണ്ട് നടന്നിട്ട് വായിക്കാറില്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. 44-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ ഒരുവൻ ദേവദാരുക്കളെ വെട്ടുകയും തേക്കും കരിവേലവും എടുക്കുകയും
കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ട് ഉറപ്പിക്കുകയും അശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. പിന്നെ അത് മനുഷ്യന് തീ കത്തിപ്പാൻ ഉതകുന്നു. അവൻ അതിൽ കുറെ എടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പം ചുടുകയും അതുകൊണ്ടൊരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. അതിൽ ഒരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു, ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു. അങ്ങനെ അവൻ ചുട്ടുതിന്ന് തൃപ്തനാകുന്നു. അവൻ തീ കാഞ്ഞ് നല്ല തീ കുളിർ മാറി എന്ന് പറയുന്നു. അതിന്റെ ശേഷിപ്പ് കൊണ്ട് അവൻ ഒരു ദേവനെ, ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ, നീ എന്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നതുമില്ല. കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു. ഒരുത്തനും ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല, ഒരംശം ഞാൻ കത്തിച്ചു, കനലിൽ അപ്പം ചുട്ട് ഇറച്ചി ചുട്ടു തിന്നു. ശേഷിപ്പ് കൊണ്ട് ഞാൻ ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കുമോ, ഒരു മരമുട്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുമോ എന്നിങ്ങനെ പറയുവാൻ തക്കവണ്ണം ഒരുത്തനും അറിവുമില്ല, ബോധവുമില്ല. അവൻ വെണ്ണീർ തിന്നുന്നു, വഞ്ചിക്കപ്പെട്ട അവന്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു. അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുന്നില്ല. എന്റെ വലം കൈയിൽ ബോഷ്കില്ലയോ എന്ന് ചോദിക്കുന്നതുമില്ല. അപ്പൊ യാക്കോബിനോട് ദൈവം പറയുക, യാക്കോബേ ഇത് ഓർത്തുകൊള്ളുക, ഇസ്രയേലേ നീ എന്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എന്റെ ദാസൻ തന്നെ. ഇസ്രയേലേ ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാവങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബിനോടുള്ള വാഗ്ദത്തം, അബ്രഹാമിനോട്, ഇസഹാക്കിനോട് യാക്കോബിനോടുള്ള വാഗ്ദത്തം, ആ ഇസഹാക്കിന്റെ സന്തതിയായ യാക്കോബിന്റെ തലമുറയായി. യേശാവിന്റെ മക്കളല്ല, അബ്രഹാമിന് 2 മക്കളുണ്ടല്ലേ. അതിന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3 പഠിക്കുമ്പോൾ നമുക്കറിയാം, അബ്രഹാമിന്റെ സന്തതി, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം അബ്രഹാമിന്റെ സന്തതി, വാഗ്ദത്ത പ്രകാരം ജനിച്ചവര്, വാഗ്ദത്ത സന്തതി. അപ്പം 4:1 ഗലാത്യർ 4:1 പറയുക, യജമാനൻ ശിശുവായിരിക്കുന്ന അത്രയും കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ശിശു എന്നാ ശ്രേഷ്ഠത എന്നാന്ന് അറിയത്തില്ല. ഏശാവ് ഒരു പാത്രം പായസത്തിന് ആ ജ്യേഷ്ഠാവകാശത്തെ വിറ്റുകളയില്ല. ഹല്ലേലൂയ. ഏശാവ് കരഞ്ഞപേക്ഷിച്ചിട്ടും രക്ഷ വന്നില്ല. രക്ഷ യാക്കോബിലോട്ട് കിടക്കുക. ആ യാക്കോബിന്റെ സന്തതിയായി, ആ യാക്കോബിന്റെ സന്തതിയുടെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജാതി യഹൂദ ഗോത്രത്തിലെ സിംഹമായവന്റെ മക്കളായി. ഹല്ലേലൂയ, സ്തോത്രം. ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. ഹല്ലേലൂയ. ഞാന് ഇവിടെ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ആരാധിക്കാനായിട്ട് പോകുന്നത് കല്ലുമല ചർച്ച് ഓഫ് ഗോഡ്. അതിന്റെ ഒരു ബ്രാഞ്ച് ചെങ്ങന്നൂരുണ്ട്. ഒരു ചെറിയ ഒരു കൂട്ടായ്മയാണ്, അവിടെയാണ് കടന്നു പോകുന്നത്. ജോബ് തോമസ് പാസ്റ്റർ ആണ് എന്റെ പാസ്റ്റർ. ഒരു 5-10 കുടുംബമേ ഉള്ളൂ. പുതിയ കൂടിവരവാണ്. ഹല്ലേലൂയ. ഞാൻ വീട്ടില് വ്യാഴാഴ്ചയും സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ഇവിടെ മീറ്റിംഗ് ഉണ്ട്. മീറ്റിങ്ങിന് കടന്നു പോകും. ഇവിടെ ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ വരും. കർത്താവിന്റെ വേലയിൽ പൂർണ്ണമായി ഇന്ന് ആയിരിക്കുന്നു. അതില് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഈ ഒരു സന്തോഷം എന്നാണ് ഞാൻ ഓർക്കുക. പണ്ട് ഇസ്രായേൽ മക്കള് പറഞ്ഞു, മോശയോട് പിറുപിറുക്കാണ്, മിസ്രൈമില് ഞങ്ങൾക്ക് ചുറ്റുള്ളിയും വെളുത്തുള്ളിയും ഇറച്ചിക്കലത്തിന്റെ ചോട്ടിലൊക്കെ കടന്നത്. ഈ നിസ്സാര ഭക്ഷണമാണോ ഞങ്ങൾക്ക് തരുന്നത്? എനിക്ക് അങ്ങനെ ഒന്നും പറയാനില്ല. ഈ വചനം എടുത്തതിന് ശേഷമുള്ള സമാധാനം, ഈ സന്തോഷം, ഈ ആനന്ദമേ പറയാൻ, വേറെ പുകഴാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. കർത്താവിലുള്ള സ്നേഹമല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഹല്ലേലൂയ. കടഭാരത്താലോ രോഗത്താലോ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലോ ഒക്കെ ആരെങ്കിലും ഞെരുങ്ങുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കർത്താവിന്റെ സന്നിധി കൊടുത്താൽ മതി. ഹല്ലേലൂയ. അപ്പോൾ അപ്പച്ചന്റെ ആ ക്രൂശിന്റെ ചോട്ട് ഞാൻ അങ്ങനെയാണ്. ഞാൻ എന്റെ ഒരു ഭയം വന്നാലോ, എനിക്കൊരു ഭാരം വന്നാലോ, കടം വന്നാലോ, എന്ത് വന്നാലും ഞാൻ ആ ക്രൂശിന്റെ ചോട്ടിലോട്ടാണ് കിടക്കുക. ഈ കഴിഞ്ഞിടയ്ക്ക് മരണം എന്റെ വാതിക്കലല്ല, എന്റെ വീടിനകത്തല്ല, എന്റെ ശരീരത്തിൽ വന്നു. മരിക്കാനായിട്ട് ഞാൻ റെഡിയായി കിടക്കുക, ഒരു അറ്റാക്ക് പോലെ എന്റെ ശരീരത്തില്. അപ്പോൾ രാത്രി 12 മണിയായി. അപ്പൊ ഞാനിങ്ങനെ മരിക്കാനായിട്ട് കർത്താപ്പിച്ച. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് വാടക വീടാണല്ലോ, ഡോറൊക്കെ ഇനി തല്ലി പൊളിച്ചു വേണമല്ലോ കയറാൻ, ഈ ഓണർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. കർത്താവേ, എന്നെ വിടുവിക്കണമേ. ഞാൻ ക്രൂശിന്റെ ചോട്ടിലോട്ട് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ പോവുകയാണ്. നെപ്പായുടെ ആ പാദത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം എന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഒഴുകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. പെട്ടെന്ന് ഞാൻ അങ്ങ് ഫ്രീ ആയി.
എന്തോ ഒരു മരണദൂതൻ എന്നെ വിട്ടുമാറി. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ഈ ഹോളിൽ ഒരു പായ, ഞാൻ അത് എടുക്കാറില്ല, ഈ പായ വന്ന് ഞാൻ നെടുമ്പാട് കിടക്കുക. കിടന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പായേ ഇന്ന് ആ ബെഡേൽ ഞാൻ കിടക്കത്തില്ല, ഇന്ന് ഞാൻ ഇവിടെ കിടക്കുന്നത്, കാരണം ഇന്ന് ഞാൻ അവിടെ വരേണ്ടതാണ്. അപ്പൊ സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും അപ്പായുടെ വരവ് താമസമെങ്കിൽ എന്റെ കുഞ്ഞുങ്ങള് അവർക്ക് ഈ ലോകത്തിൽ പിതാവില്ല, അവരുടെ അപ്പ സ്വർഗത്തിലെ അപ്പനാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. പിശാച് എന്റെ ജീവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുക. ഇങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മളെ പിശാച് തൊടാറുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ക്രൂശിൽ അങ്ങ് കെട്ടിപ്പിടിച്ചോണം. സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ഹല്ലേലൂയ, സ്തോത്രം. അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആ രക്തത്തിനല്ലാതെ, കർത്താവിന്റെ രക്തത്തിനല്ലാതെ എന്നെ വിടുവിക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ആ കർത്താപ്പുശന്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. വേറെ ഒന്നിലും ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഈ ലോകത്തില് നമ്മുടെ കർത്താപ്പുശനല്ലാതെ നമ്മളെ രക്ഷിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു വ്യാജാത്മാവിനും കഴിയത്തില്ല. അവൻ വക്രത കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. കുറെ സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ ഈ സാക്ഷ്യമൊക്കെ പറയുന്നത് ഈ സത്യം അറിഞ്ഞിട്ടും ആ സത്യത്തിൽ നിൽക്കാൻ കഴിയാതെ, ഇതാണോ സത്യം? അത് പാട്ടുകാരൻ പാടിയ പോലെ, ഏതു ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ, ഏതാ ഗുണം ഏതാ ദോഷം അറിയത്തില്ല. ഇന്ന് രാവിലെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പായേ ഞാൻ പോകുന്ന റൂട്ട് ശരിയാണ്? ഞാനൊരു വെള്ളയൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നേ, ഞാൻ കർത്താവിനെ പ്രസംഗിക്കുന്നേ, പക്ഷെ ഞാൻ ശരിയാണോ? ഞാൻ പോകുന്ന റൂട്ട് ശരിയാണോ? അപ്പേനൊന്ന് അറിയിക്കണേ. വ്യാജത്തിലോട്ട് എന്നെ വിടല്ലേ, മിഥ്യയിലേക്ക് എന്നെ വിടല്ലേ, സത്യത്തിലേക്ക് എന്നെ വിടണം. ആ സത്യത്തിലേക്കുള്ള വഴിയിലെ ആ സ്വർഗത്തിലോട്ടുള്ള വഴി ഇടുക്കവും ഞെരുക്കവും അത് കണ്ടെത്തുന്നവൻ ചുരുക്കമാതേ മക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് വിശാലമാണോ? ഇല്ല. ഈ കഴിഞ്ഞ ഇടയ്ക്കും എനിക്ക് റെന്റ് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നു. ഡേറ്റ് ആവുക, പിറ്റേ ദിവസം എനിക്ക് റെന്റ് കൊടുക്കണം. എനിക്ക് റെന്റ് കൊടുക്കുന്ന ഡേറ്റിന് കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാനൊരു സുവിശേഷകയാണ്. എന്റെ അപ്പയുടെ നാമം ദൂഷിക്കപ്പെടാൻ പാടില്ല. ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടെ പ്രാർത്ഥനയുണ്ട്, വ്യാഴാഴ്ചയായിരുന്നു, എന്റെ ആന്റിമാരൊക്കെ പ്രാർത്ഥിച്ചങ്ങ് പോയി. ഞാൻ എല്ലാ സാക്ഷ്യത്തിലും ഈ അനുഭവം പറയാറുണ്ട്. ഇത് മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. ഒരു 5-6 മാസം മുമ്പ് അതേ മക്കളെ, ഞാൻ പെട്ടെന്ന് ഈ ആന്റിമാരൊക്കെ പോയി ഒരു 3 മണിയായപ്പം എന്റെ ബെഡിലോട്ട് ചെന്നിരുന്നിട്ട്, അപ്പായെ എന്ന് പറഞ്ഞ് ഒന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വാക്ക് കിട്ടുന്നില്ല. എനിക്ക് നാളെ റെന്റ് കൊടുക്കണമല്ലോ, ഇതാ എന്റെ കാരണം. അപ്പൊ ഞാൻ അപ്പായെ, ഞാൻ ആരോടാ എനിക്ക് ആരും ഇല്ല കർത്താപ്പച്ചനല്ലാതെ. എനിക്ക് വലിയൊരു തുകയാ. അപ്പം പെട്ടെന്ന് ഫോണിലൊരു മെസ്സേജ് വരുക. ഞാൻ നോക്കിയപ്പോ 25,000 രൂപ. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു ആന്റിയുടെ ഒരു അനിയത്തി. ഹല്ലേലൂയ. എവിടെ ആന്റി, ഏത് രാജ്യത്താ ജോലി ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ആ ആന്റി എനിക്ക് അക്കൗണ്ടിലോട്ട് ഒരു വർഷത്തിൽ ഇങ്ങനെ സുവിശേഷകരെ സഹായിക്കാറുണ്ട്. ആ 2025 ആ ഒരു സഹായം എനിക്കാ തന്നത്. ഞാൻ അപ്പായെന്നൊന്ന് വിളിച്ചതേ ഉള്ളൂ. എന്റെ വിഷയത്തിന് മറുപടിയായി ഞാനിങ്ങനെ എഴുതി കണക്ക് കൂട്ടിയിട്ട് പറയാം, അപ്പായെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇന്ന മോളെ എന്ന് പറഞ്ഞു പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്നത് പോലെയാ. അപ്പൊ പറയാം, സിസ്റ്റർ എന്ത് ചെയ്യുന്ന നന്മ തന്നെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഇന്ന് എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന 100-90 പേരും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാ, കടഭാരം അനുഭവിക്കുന്നവരാ, ഞെരുക്കം അനുഭവിക്കുന്നവരാ. ഇതൊരു പൈശാചിക ശക്തിയാ. ഈ കടഭാരം ഇടുന്നത്, രോഗം ഇടുന്നത് ഒരു പൈശാചിക ശക്തിയാ. നീതിമാന്മാർ നീതികേടിലോട്ട് കൈനീട്ടാതിരിക്കേണ്ടതിന് നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദൂഷ്ടന്റെ ചെങ്കോലിരിക്കത്തില്ല. അപ്പൊ അവന്റെ ചെങ്കോൽ, അവൻ വാഴുകയാണ് നമ്മുടെ മേല്, നമ്മുടെ വീടിനകത്ത്. അവന്റെ ചെങ്കോൽ യേശു കർത്താവിന്റെ നാമത്തില് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന, കടഭാരം അനുഭവിക്കുന്ന, രോഗത്താൽ ഭാരപ്പെടുന്ന, സ്വാതന്ത്ര്യമില്ലാതെ ഞെരുങ്ങുന്ന ഈ പൈശാചിക ശക്തിയുടെ കീഴിൽ, അവന്റെ ഭരണത്തിന്റെ കീഴിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ അവന്റെ ചെങ്കോലിനെ ഒടിച്ചു കളയുക. കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ പുറത്തു വരട്ടെ ആത്മാവില്. അത് അങ്ങനെ തന്നെയാ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നു കുടിച്ചാലും ഹാനി വരത്തില്ല. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, സൗഖ്യമാകും. വിശ്വസിക്കുന്നവരാല ഈ അടയാളം നടക്കുന്നത്. ഉൽപ്പത്തി തൊട്ട്
വെളിപ്പാട് വരെ കാണാതെ പഠിക്കുന്നവരുടെ മേലല്ല, കർത്താവിന് ഇത് ചെയ്യാൻ കഴിയും. ശതാധിപൻ പറയുക, ഹല്ലേലൂയ, ഗുരു, അങ്ങ് എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. നീ അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. എന്റെ കീഴിലും ബാല്യക്കാരുണ്ട്. ഞാൻ ഒരുവനോട് വരിക എന്ന് പറയുമ്പോൾ വരും, ഒരുവനോട് പോക എന്ന് പറയുമ്പോൾ പോകും. അവിടെ നിന്നൊന്ന് കൽപ്പിച്ചാ മതി, എന്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. കർത്താവ് തന്നെ പിൻപറ്റുന്നവരോട് പറയുകയാ, ഓ ഹല്ലേലൂയ, സ്തോത്രം, ഇസ്രായേലിൽ പോലും ഞാൻ ഇത്ര വിശ്വാസം കണ്ടെത്തിയില്ലെന്ന്. കാരണം ആ മനുഷ്യൻ ഇസ്രായേലിനല്ല, ജാതിയല്ല. ആ മനുഷ്യന്റെ വിശ്വാസം, ഈ മനുഷ്യന്റെ കീഴിലായിരിക്കുന്ന ബാല്യക്കാരൻ എങ്ങനെയാണോ, അങ്ങനെയാണ് കർത്താവിന് ഈ അന്ധകാര ശക്തി എന്ന് ആ മനുഷ്യന് അത്രയും വലിയൊരു വെളിപ്പാട് കിട്ടി. നമ്മുടെ കർത്താവ് അറിയാതെ ഒരു പിശാചുമില്ല. ഒരു രോഗാത്മാവ് നമ്മുടെ മേൽ വരുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞിട്ടാ. ഒരു കടഭാരം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞിട്ട്. ആകയാൽ ദൈവത്തിന് കീഴ്പ്പെട്ടിരിപ്പിൻ, സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ, നമ്മുടെ ദൈവത്തിന്റെ ശ്വാസത്താലാ ഈ മുറ്റത്ത് കിടക്കുന്ന ഒരു കരിയില ചലിക്കുന്നത്. നമ്മുടെ ദൈവം അറിയാതല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരു രോഗാത്മാവും, ഒരു ശൂന്യതയുടെ ആത്മാവും, ഒരു ഞെരുക്കത്തിന്റെ ആത്മാവും നമ്മുടെ ദൈവം അറിയാതെ അല്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്നെ വിടുവിച്ച ഈ സർവശക്തനായ ഉടയവൻ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ വിടുവിക്കട്ടെ. ആരെങ്കിലും ഭവനത്തിൽ സമാധാനമില്ലാതെ, ഞാൻ പണ്ട് ആയിരുന്നത് പോലെ ഒരു നരക തുല്യമായ ഒരു ജീവിതാനുഭവം, സ്വസ്ഥതയില്ല, ഉറക്കമില്ല, ഹല്ലേലൂയ, കാപ്പിച്ചോട്ടിലൊക്കെ കിടന്നുറങ്ങുന്നേ. പപ്പ മദ്യപാനിയാണല്ലോ. ഞങ്ങള് അമ്മയും മക്കളും കാപ്പിച്ചോടാ മിക്ക ദിവസവും അവിടെയാ. ബെഡ്ഷീറ്റും കൊണ്ടൊക്കെ അവിടെ ഒരു കൂടാരം അടിച്ചിട്ടിരിക്കുക. രാത്രിയിലൊന്നും ഉറങ്ങാൻ സമാധാനമില്ലാത്ത ബാല്യകാലം. ഹല്ലേലൂയ. അപ്പോൾ പരക്കം ഭയ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേടിച്ചിട്ട്, കാരണം ബുദ്ധിയില്ല, പഠിക്കാൻ ഒരു ജ്ഞാനവും ഇല്ല, ഒരറിവും ഇല്ല. ശേഷം പിള്ളേരൊക്കെ നന്നായി പഠിക്കുകയെ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ചേച്ചി എന്റെ ആൻസർ പേപ്പർ കിട്ടി. എനിക്ക് അങ്ങ് ഹിന്ദിക്ക് എങ്ങാണ്ട് 2 മാർക്ക്. അപ്പൊ എന്റെ ചേച്ചി, അവക്ക് ഭയങ്കര സങ്കടം. ഇപ്പുറത്തൊരു ഒന്നും കൂടി ഇട്ട് വന്നിട്ട് എനിക്ക് 12 എന്നുള്ള മാർക്കൊക്കെ ഇട്ട് വന്നിട്ട് എന്റെ ചേച്ചി വീട്ടിലോട്ട് കൊണ്ടുപോവാ. അപ്പൊ ചേച്ചി വീട്ടിൽ ചെന്നിട്ട് ഈ പേപ്പർ നോക്കിയപ്പോ എല്ലാം 0 അപ്പൊ എന്റെ ചേച്ചിക്ക് എന്നോട് ഭയങ്കര സങ്കടം വന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒന്നും പഠിക്കത്തില്ല, ഒരു ബുദ്ധിയില്ലാത്തൊരാള്. എന്റെ പപ്പായുടെയും അമ്മയുടെയും മക്കളില് ഒരു ബുദ്ധി ഞാനും ഇല്ലാത്തൊരാളായിരുന്നു ഞാന്. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെ ഓർക്കുമ്പോൾ, ഇന്ന് എന്റെ അപ്പ നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയിരിക്കുന്നത് ഓർക്കുമ്പോൾ എന്റെ മിടുക്കോ കഴിവോ ഞാനും ഒന്നുമല്ല, എന്റെ ദൈവത്തിന്റെ കരുണയാ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച അവസരങ്ങളുണ്ട്. ഞാനൊരു സോഷ്യൽ വർക്കറായിരുന്നു. ഹല്ലേലൂയ. അവിടെയും കുറെ നിന്നയുടെ അനുഭവം. കാരണം അറിയാമല്ലോ, സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നത് വലിയ വിദ്യാസമ്പന്നരായിട്ടുള്ള മനുഷ്യരുടെ കൂടെയാണ് വർക്ക് ചെയ്തത് അന്നൊക്കെ. ഹല്ലേലൂയ, സ്തോത്രം. അന്നൊക്കെ ഒരുപാട് നിന്നയുടെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടൊക്കെ ദൈവം ഒരു കഴിവ് തന്നെ ഇങ്ങനെ നടത്തുക. എന്തോ കർത്താവ് ഇപ്പോഴല്ല, ഞാൻ FSLക്ക് എഴുതിയ ലേഖനം 1:3 പഠിക്കുമ്പോഴാ, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടു. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടുവന്ന് ഈ സകല സ്വർഗീയ അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ, ഹല്ലേലൂയ, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ വിളിച്ചു വേർതിരിച്ചുവെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. നിർത്താൻ തോന്നുന്നില്ല. ഓ ഹല്ലേലൂയ. 5 മണിക്കൂർ എന്റെ അപ്പയെ കുറിച്ച് ആ സൽഗുണം ഘോഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. ഹല്ലേലൂയ. ഇവിടെ വരുന്ന ദൈവമക്കൾക്ക് അറിയാം, സംസാരിക്കാൻ തുടങ്ങിയ സമയം പോകുന്ന അറിയത്തില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങ് ഇരിക്കുക. സമയമുള്ളവരങ്ങ് ഇരിക്കുക. വെള്ളം വേണമെന്നില്ല, കഴിക്കണമെന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ ആത്മീയ ആഹാരം ദൈവത്തിന്റെ തേജസ്സില് ഈ നിറവിലിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു മടുപ്പൂല. അക്ഷരം കൊള്ളുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു, മാനുഷികം തകരും, ദൈവികം നിലനിൽക്കും. ഹല്ലേലൂയ. ആ നിലനിൽക്കുന്ന ദൈവികതയില്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മളെ ഓരോരുത്തരെയും നടത്തുവാനിടയാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തെങ്കിലും കേട്ട് യാത്ര ചെയ്യുന്നവരല്ല, സത്യത്തിലേക്ക് ദൈവമക്കൾ കടന്നു വരണമെന്നും എന്റെ കർത്താവ് എന്നെ വിടുവിച്ചതുപോലെ ദൈവമക്കളെ ഓരോരുത്തരെയും കർത്താവ് വിടുവിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഈ സത്യം അറിയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ കെട്ടിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ
ഹല്ലേലൂയ, സ്തോത്രം. അറിയുന്ന ആരെങ്കിലും ഒക്കെ ചുറ്റുവട്ടത്തുണ്ട് എന്നെ പോലെ. ഞാൻ എൻ്റെ തൊട്ടടുത്ത് ഒരു മമ്മി ഉണ്ടായിരുന്നു, നാടാവളിയിൽ ഒരു മമ്മി. ഈ മാതാവാണ് എന്നെ ആത്മീയത്തില് ഈ വെളിപ്പാട് എന്താണ്, ദർശനം എന്താണ്, വചനം എന്താണ്, ചർച്ചിൽ പോകുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും ഒരു കൃപയിലേക്ക് കയറുന്നത്, ഈ വെളിപ്പാടും ദർശനത്തിലേക്കൊക്കെ കയറുന്നത് ആ മാതാവിന്റെ ആ ഉദ്ദേശമാണ്. മറക്കാതിരിക്കാൻ പറ്റത്തില്ല. വെൺമണിയില് ഹല്ലേലൂയ, അതേപോലെ ഒരു തങ്കമാറ്റി ഞങ്ങളെ ഒരുപാട് കൈത്താങ്ങി തങ്കമാറ്റി. ആ വെൺമണി ദേശം ഓർക്കുമ്പോൾ ഞാൻ ഇവരെയാ ഓർക്കുന്നത്, ഈ രണ്ട് മാതാക്കളെ. ഹല്ലേലൂയ, അവരെനിക്ക് വേണ്ടി ഒരുപാട് ഇടിമിന്ന് പ്രാർത്ഥിച്ചു. അവരെന്നെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ്, ആത്മാവിൽ ദൈവം അവരെ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് എനിക്കും ഇങ്ങനെയൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് നിൽക്കാൻ, അടുക്കും ചിട്ടയും കൂടി ഒന്നും അല്ല ശുശ്രൂഷിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും വചനമൊന്നും പഠിച്ചിട്ടില്ല. ആകെ ഒരു മാസം ഈ IM-ല് ഒരു മാസത്തെ ക്ലാസ് ഞാനും എൻ്റെ അച്ഛനും 2015 ഞങ്ങൾ അച്ഛനന്ന് വലിച്ചോണ്ട് പോവാ എന്നെ. കാരണം എനിക്കൊന്നും അറിയത്തില്ല, സാക്ഷ്യം പറയാൻ എഴുന്നേക്കാൻ അറിയത്തില്ല, കാല് വിറയ്ക്കുമായിരുന്നു. എന്നെ നരിയാണി എൻ്റെ കർത്താവ് ഉറപ്പിച്ചു. റെജി സാർ എന്നെ ഒരു ദിവസം സ്റ്റേജിലോട്ട് വിളിക്കുക, നന്ദി പറയാം. ഞാൻ അതിനു മുമ്പേ സാറിനോട് വിളിച്ചു പറഞ്ഞു, സാറേ എന്നെ വിളിക്കല്ലേ, എന്റെ കാല് വിറയ്ക്കും. ഹല്ലേലൂയ, ഭയങ്കര പേടിയാ. അപ്പം ഈ 180 പേരാ ഞങ്ങൾ പഠിക്കുന്നത് 2015 ബാച്ചില്. അപ്പൊ ഞാൻ സാറിനോട് നേരത്തെ വിളിച്ചു പറയാം, എന്നെ വിളിക്കല്ലേ സാറേ, പേടിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ സാർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ പേടിക്കണ്ട, ഇന്ന് പോരെ സിസ്റ്റർ, ഞാൻ വിളിക്കത്തില്ല. പിറ്റേ ദിവസം സാർ എന്നെ വിളിച്ചു, നന്ദി പറയാൻ സിനി വിനോദിനെ വിളിച്ചു. സ്റ്റേജിൽ കയറാൻ ഒരു അപ്പച്ചനെങ്കിലും അമ്മച്ചിയെങ്കിലും കയറാതിരുന്നെങ്കിൽ ഞാനും ഇരിക്കുമായിരുന്നു. സാറ് വിളിക്കുമ്പോൾ ആരും കയറാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനും സ്റ്റേജിലോട്ട് ചെന്നു, ആ മൈക്ക് പിടിച്ചു, എന്റെ നരിയാണി ഉറച്ചു. എന്റെ പേടി എവിടെ പോയിന്ന് എനിക്കറിയത്തില്ല. തമ്പുരാൻ എന്റെ നരിയാണി ഉറപ്പിച്ചു. ഒന്നും അറിയത്തില്ലെങ്കിലും ഒരു ധൈര്യം എന്റെ കർത്താവിന്റെ തികഞ്ഞ ദൈവ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഹല്ലേലൂയ, ആ തികവില്ല നമ്മളെ ഓരോരുത്തരെയും കർത്താവ് നടത്തട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാന് നേരത്തെ ആരായിരുന്നു, ഹല്ലേലൂയ, എന്റെ ജീവിതം എന്തായിരുന്നു, ഇപ്പോൾ ആരായിരുന്നു. ഹല്ലേലൂയ, രാത്രി പകലായ പോലെ യേശുപ്പച്ചൻ ഉള്ളി വന്നപ്പോ ഹല്ലേലൂയ വിറച്ചോണ്ട് നടന്ന ഞാൻ ഒരു സമയം വരെ, എനിക്ക് തോന്നുന്നു ഒരു 10-18 വയസ്സ് വരെ കാല് വിറച്ച് നടക്കുന്ന ഒരു അനുഭവം. വിറച്ച് എന്തോ ഒരു വനത്തിനകത്ത് ജീവിക്കുന്ന പോലെ, ഒരു ഫോറസ്റ്റിനകത്ത് ജീവിക്കുന്ന പോലത്തെ ഒരു ജീവിതം. അത് കഴിഞ്ഞ് 2002 അഭിഷേകം പ്രാപിച്ച അന്ന് മുതൽ ധൈര്യത്തില് കർത്താവ് നടത്താൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഈ ദിവസങ്ങളിൽ നിറയ്ക്കണം കർത്താവ്. അതിനായി പ്രാർത്ഥിക്കണം. യോഹന്നാൻ സുവിശേഷം 7:37 പഠിക്കുന്നത് പോലെ, ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നാധികൾ ഒഴുകും. ഹല്ലേലൂയ. അപ്പോൾ ദാഹിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി. ഈ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ ആൾമാറിയവരെ പോലെ ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരുപാട് കാര്യങ്ങള് ഉണ്ടെങ്കിലും സമയം ഹല്ലേലൂയ കുറെ കഴിഞ്ഞുപോയി എന്ന് എനിക്കറിയാം. എബ്രായർക്ക് എഴുതിയ ലേഖനം ഒരു വാക്യം കൂടെ വായിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയില് താണിരിക്കാനായിട്ട് ഞാൻ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊടുവി, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ അവസാനം അനുകരിപ്പി. ഹല്ലേലൂയ. നന്നായി നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്നവരെ ഹല്ലേലൂയ നമുക്ക് ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. എങ്ങനെയെങ്കിലും ജീവിക്കാൻ നമുക്ക് അനുവാദമില്ല. തിരുവചനം എന്ത് പഠിപ്പിക്കുന്നു? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, കീഴ്പ്പെട്ടിരിക്കേണ്ടവരെ കീഴ്പ്പെട്ടിരിക്കണം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം. കടപ്പെട്ടിരിക്കുന്നവർക്ക് നമ്മൾ എന്തെല്ലാം ചെയ്യണമോ, ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു നല്ല മാതാവായിരിക്കണം, ഭാര്യയാണെങ്കിൽ നല്ല ഭാര്യയായിരിക്കണം, മകളാണെങ്കിൽ നല്ല മകളായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സഹോദരിയാണെങ്കിൽ നല്ല സഹോദരിയായിരിക്കണം. ഉത്തമ സ്ത്രീയായി ദൈവം എൻ്റെ സഹോദരിമാരെ ഒരുക്കട്ടെ. ഓരോ ഭവനങ്ങളെ കർത്താവ് ഒരുക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 13-ാം വാക്യം, 13-ന്റെ 13. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. കാരണം ഈ വിസുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ നിന്ന ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ളവർക്ക്. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് നിന്നയും പരിഹാസവും ആരും എടുത്ത് നമ്മളെ ബഹുമാനിക്കത്തൊന്നുമില്ല. നിന്നയും അപമാനവും ഒരുപാട് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് കൃപ വേണം. ഇവിടെ നമുക്ക്
നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ ദൈവം പ്രസാദിക്കുന്നത് എന്തിലാണ്? അപ്പം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പൊ എന്താണ് പ്രസാദം എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അറിയിക്കുകയാണ്. നിങ്ങളെ നടത്തുന്നവരെ അനുകരിച്ച് കീഴടങ്ങിയിരിപ്പി. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. നമ്മൾ ദൈവസഭയിലാണോ? സത്യത്തിലേക്ക് കടന്നു വരുന്നവരാണോ? ആരുടെങ്കിലും ഉപദേശത്തിന്റെ കീഴിൽ ആയിരിക്കുന്നവരാണോ? ഹല്ലേലൂയ, സ്തോത്രം. ഏത് അധികാരത്തിന്റെ കീഴിലാണ് നമ്മൾ ആയിരിക്കുന്നത്? ആ ശ്രേഷ്ഠാധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണമെന്നും, ഹല്ലേലൂയ, കർത്താവിന് കീഴ്പ്പെടുന്ന എന്ന വണ്ണം നമ്മൾ അവർക്കും കീഴ്പ്പെടണമെന്നും, നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് ഒന്നിനും കഴിവില്ല. അതാണ് ദൈവികത. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാണ്. നമ്മളെപ്പോഴും നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ നിറയും തോറും താഴ്മയാണ് നമ്മുടെ മേൽ വരുന്നത്. ഹല്ലേലൂയ, വിനയമാണ്. ധൈര്യം കാണിക്കണം, പുരുഷത്വം കാണിക്കണം എന്ന് പറയുന്നുണ്ട്. പുരുഷത്വം കാണിക്കുന്നത്, സാമർത്ഥ്യം കാണിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ആരെങ്കിലും ഒന്ന് പറയുമ്പം 10 പറയാനല്ല. പുറപ്പാട് 35:25 സാമർത്ഥ്യമുള്ള സ്ത്രീകൾ ആലയത്തിൽ പണിയെടുത്തു. ലൂക്കോസ് സുവിശേഷം 8:1-2-3 പഠിക്കുമ്പോൾ സാമർത്ഥ്യമുള്ള സ്ത്രീകൾ കർത്താവിനെ പിൻപറ്റുകയാണ്. അവരുടെ വസ്തുവക വിറ്റ് ഹല്ലേലൂയ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ വചനം അനുസരിക്കാനുള്ള സാമർത്ഥ്യം, ഈ വചനം പ്രമാണിക്കാനുള്ള സാമർത്ഥ്യം, താഴ്മയോടെയും വിനയത്തോടെയും പക്വതയോടെയും ജീവിക്കാനുള്ള സാമർത്ഥ്യം, ഒരു വേർപാട് അനുഷ്ഠിക്കാനുള്ള ഒരു സാമർത്ഥ്യം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ ക്ഷണിച്ച എന്റെ ദൈവത്തിന്റെ ദാസനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ഇത്രയും കേട്ട പ്രേക്ഷകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, എന്നെ പരിചയപ്പെടുത്തിയ ലൂഷി ആന്റിയോട് നന്ദി അറിയിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കുന്നു. ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അപ്പായേ, അടിയങ്ങൾ ആ പാദപീഠത്തിലേക്ക് ചേർന്ന് വരികയാ. ഈ നിമിഷം വരെ അല്പസമയം ആ ശബ്ദം കേൾക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നതോർത്ത് നന്ദി പറയുന്നു. പ്രിയ അഭിഷിക്തനെ കുടുംബമായി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ചാനലിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനേകർക്ക് ആശ്വാസമാകട്ടെ, അനേകർക്ക് സമാധാനത്തിനും വിടുതലിനും കാരണമാകട്ടെ. അഭിഷിക്തന്റെ മിനിസ്ട്രിയെ കർത്താവ് പരിശുദ്ധിയാത്മാവ് നിയന്ത്രിക്കണമേ. ദൈവത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ അഭിഷിക്തനും കുടുംബവും ഈ ചാനലുമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഭവനങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എന്റെ കർത്താവിന്റെ വെളിച്ചം ഭവനങ്ങളിൽ നിറയട്ടെ. ഈ ശബ്ദം കേൾക്കുന്നവരുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യവും നിറവും വെളിച്ചവും, ഹല്ലേലൂയ, സ്തോത്രം, അധികമായി പകരപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെളിച്ചമുള്ളിടത്ത് ഇരുളിന് വസിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ നീതി ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ഈ വെളിച്ചത്തിൽ ഞങ്ങളെ നടത്തുമാറാകണം. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണം. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ശബ്ദം കേൾക്കുന്നവരാരും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ കർത്താവേ. അനേകര് ഈ വ്യാജത്തിൽ നിന്ന്, അനീതിയിൽ നിന്ന്, മിഥ്യയിൽ നിന്ന് ഈ സത്യത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെയും സഹായിക്കണമേ. കുഞ്ഞുങ്ങളോട് മനസ്സായി. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ രാജ്യം, ഈ ലോകരാഷ്ട്രങ്ങള്, ഞങ്ങളായിരിക്കുന്ന കാലഘട്ടം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനിടയാകണം. അവിടുത്തെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ലെന്ന് എന്റെ ദൈവത്തിന്റെ വചനമായിരിക്കാൽ, വാഗ്ദത്തമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തങ്ക ചിറകടി ഞങ്ങളെ മറയ്ക്കണമേ. യുദ്ധത്തിൽ നിന്ന്, ക്ഷാമത്തിൽ നിന്ന്, ഭൂകമ്പത്തിൽ നിന്ന്, പ്രകൃതിക്ഷോഭത്തിൽ നിന്ന്, മാറാരോഗത്തിൽ നിന്ന്, തീരാ ദുഃഖത്തിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന് സ്വർഗം ഞങ്ങളെ വിടുവിക്കണമേ. ആത്മാവിന്റെ നിറവിൽ ഞങ്ങളെ നടത്തണം. ആ വെളിച്ചത്തിൽ ഞങ്ങളെ നടത്തണം. ഇരുട്ടിന്റെ വ്യാപാരം ഞങ്ങളെ നോക്കാൻ ദൈവം അനുവദിക്കരുത്. അവനെ ജയിപ്പാനുള്ള ഒരു ആത്മശക്തി ഞങ്ങളുടെ മേൽ സ്വർഗം പകരണം. സകല മഹത്വം അങ്ങേക്ക്. അഭിഷിക്തനെ കുടുംബമായി ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു.
ചാനലിനെ സമർപ്പിക്കുന്നു, പ്രേക്ഷകരെ സമർപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു. അനേകരെ കൂട്ടിവരുത്തണമേ, അനേകരെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറുവിടങ്ങളിലെ ഗുപ്തനിധികളും. എന്താണ് ആ ഗുപ്തനിധി? ഏതാണ് വിലയേറിയത്? ഒരാത്മാവിന്റെ വില ഭൂലോകത്തെക്കാൾ വലുതാണെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. അനേക നിധികളെ, ഗുപ്തനിധികളെ കാണുവാൻ, അവരുടെ ശബ്ദം കേൾക്കുവാൻ, ബലപ്പെടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. സകല മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. പ്രിയപിതാവ് കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനി വിനോദ്. എത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തിയതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. സംഭവബഹുലമായ ഒരു ജീവിതയാത്രയുടെ ഒരു തിരിഞ്ഞുനോട്ടമായിരുന്നു ഈ സമയം അത്രയും പങ്കുവയ്ക്കുവാൻ ഇടയായത്. ഒന്ന് ഓർത്താല് ഒരു യോഗ്യതയും ഇല്ലായിരുന്നു എന്ന് മാനുഷികമായ നിലയിൽ നമുക്ക് തോന്നാം. എന്നാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ സിസ്റ്റർ പറഞ്ഞതുപോലെ പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ മുൻനിർണയപ്രകാരം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. വയനാടിൽ മാനന്തവാടിയിൽ കത്തോലിക്ക പശ്ചാത്തലത്തിൽ 5 മക്കളിൽ രണ്ടാമത്തവളായിട്ട് ജനിച്ച് വളർത്തപ്പെട്ടു. വേണ്ടതുപോലെ അല്ലെ ആഗ്രഹിച്ചതുപോലെ ഒന്നും ആ നിലവാരത്തിൽ അവിടെ ആയിരുന്നില്ല. അവിടുത്തെ സാഹചര്യം അതിന് അനുകൂലമല്ലായിരുന്നു. എങ്കിലും വളർന്ന് വന്ന് ജീവിതത്തിലെ മുന്നോട്ടുള്ളതായ തിരഞ്ഞെടുപ്പുകളുടെയൊക്കെ സമയം വന്നപ്പോൾ അന്നത്തെ അറിവ് അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തു. സാഹചര്യം അങ്ങനെയായിരുന്നു. ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഭയമാണ് ചില കാര്യങ്ങളെയൊക്കെ ചില തീരുമാനങ്ങളിലേക്ക് നയിച്ചത്. നമ്മൾ എടുത്ത തീരുമാനങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് ശരി എന്ന് തോന്നി. എങ്കിലും പിന്നത്തേതിൽ അത് തെറ്റാണെന്ന് ബോധ്യം വന്നു. എന്തായിരുന്നാലും എല്ലാം നന്മയ്ക്കായി ദൈവം ചെയ്യുന്നു എന്ന് ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഈ സമയത്ത് കർത്താവിൻ്റെ ദാസി സത്യം ഒന്നും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ പറഞ്ഞു. ഈ സാക്ഷ്യം ഒരുപക്ഷെങ്കിൽ കേൾക്കുന്ന അരോമ ടിവിയുടെ പ്രേക്ഷകരോ പിന്നത്തേതിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോ ഒരുപക്ഷെങ്കിൽ അവർ കേൾക്കുമ്പോൾ അവർ പറയും, ഇത് എൻ്റെ സാക്ഷ്യമാണ്, എൻ്റെ അനുഭവമാണ്. ഇതുപോലെ ഒരു തുറന്നു പറച്ചിൽ, ഒരു ഏറ്റുപറച്ചിൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്തെന്നില്ലാത്ത സമാധാനവും ആശ്വാസവും ദൈവത്തിൻ്റെ ആ കരുതലും നമുക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. പ്രിയ സിനി സിസ്റ്റർ ജീവിതത്തിൽ അനുഭവിച്ച, അഭിമുഖീകരിച്ച സാഹചര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു. അത് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യമാണ് പറയുന്നതെങ്കിലും നമുക്കതിനകത്ത് മറച്ചു വയ്ക്കാൻ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടും ചിലരുടെ വിടുതലാണ് അതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ശമരിയ സ്ത്രീ യേശു കർത്താവിൻ്റെ മുൻപാകെ അവൾ ഒന്നും മറച്ചു വയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. കർത്താവിൻ്റെ മുൻപിൽ കല്ലെറിയുവാൻ കൊണ്ട് നിർത്തിയതായ സഹോദരിയും അവൾക്കും അവിടെ ഒന്നും മറച്ചു വയ്ക്കാൻ ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന ഏതൊരു വ്യക്തിക്കും മറച്ചു വയ്ക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് ഉള്ളതുപോലെ പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിച്ചു. അതാണ് മാർത്തയും മറിയയും പറഞ്ഞത്, കർത്താവേ നാറ്റം വെച്ചു. ഉള്ള കാര്യം അവർ പറഞ്ഞത്, നാറ്റം വെച്ചു, ഇനിയും പ്രവർത്തിക്കാനൊന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ കർത്താവിന് നാറ്റം വച്ച അനുഭവവും ഒരു വിഷയമല്ല. ചില നാറ്റം വെച്ച അനുഭവത്തിന്റെ ആ സാഹചര്യത്തിൽ മനുഷ്യൻ മാറി നിൽക്കുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. മാനുഷികമായി നോക്കിയാൽ ഏതെല്ലാം വിധത്തിൽ ദുഷ്പ്രവൃത്തികളും പാപപ്രവൃത്തികളും ഹീനപ്രവൃത്തികളും ലോകപ്രകാരം ഏറ്റവും ഹീനമായ ജീവിതം നയിച്ച അനേക പ്രിയപ്പെട്ടവരെ
ആ ക്രൂശിലെ സ്നേഹം മാടി വിളിക്കുവാൻ, തേടി വിളിക്കുവാൻ തക്കവണ്ണോടെയായി തീർന്നു. വേദപുസ്തകത്തിൽ പറയുന്ന, കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു സംഭവമുണ്ട്. ആ മുടിയനായ പുത്രൻ എന്നാണ് നമ്മൾ അവനെ പറയുന്നത്. ആ മകൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെയും വീട്ടുകാരെയും സഹോദരങ്ങളെയും എല്ലാവരെയും വെറുപ്പിച്ച വ്യക്തിയായിരുന്നു. എല്ലാവരെയും വെറുപ്പിച്ചു. അവൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം നയിക്കുമ്പോൾ അവന്റെ ജീവിതത്തില് ഒരു തീരുമാനം അവൻ എടുക്കുക. ആ തീരുമാനം അവന്റെ ജീവിതത്തിൽ നിവർത്തിക്കുക. ആ തീരുമാനം അവൻ നിവർത്തിച്ചപ്പോൾ അവന്റെ നഷ്ടങ്ങളൊക്കെ ലാഭമായി മാറി. അവന്റെ കഷ്ടത മാറി. അവന്റെ ഇഷ്ട പിതാവിന്റെ ഭവനത്തിൽ അവന് പിന്നെയും പഴയതിനേക്കാൾ ഉപരിയായി സ്വാതന്ത്ര്യത്തോടെ, അധികാരത്തോടെ അവന് മടങ്ങി വരുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയായി, ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയായി, സഹോദരങ്ങൾക്ക്, നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അവഗണിക്കപ്പെട്ട വ്യക്തിയായിട്ടൊക്കെ ചില സന്ദർഭങ്ങൾ ചില വ്യക്തികൾ ആയിത്തീരാറുണ്ട്. എന്നാൽ ആ സന്ദർഭത്തിൽ നാം എടുക്കുന്ന തീരുമാനം, അരോമ TV ചാനലില് ഒരുപാട് പ്രിയപ്പെട്ടവർ അവരുടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഈവൻ ജയിലിൽ കിടന്നവര്, കൊലപാതകര്, മദ്യപാനികള്, എല്ലാ പാപ വഴികളിലും ജീവിച്ചവര്, അവരുടെയൊക്കെ ജീവിതത്തിൽ, അതായത് നാറ്റം വെച്ച അനുഭവത്തിൽ കർത്താവായ യേശുക്രിസ്തു ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ ആ ജയിലിൽ നിന്ന്, ആ നാശക്കുഴിയിൽ നിന്ന്, ആ പാപ ജീവിതത്തിൽ നിന്ന് യേശു കർത്താവ് അവരെ വിളിച്ചപ്പോൾ അവര് ഇറങ്ങി വന്നതുകൊണ്ട് അവരുടെ കുടുംബത്തില് ആമേൻ വലിയ സന്തോഷമുണ്ടായി. അവർ മുഖാന്തരം ഇന്ന് അനേകര് സന്തോഷ അനുഭവത്തിലേക്ക് വരുന്നു. പ്രിയ സിനി സിസ്റ്റർ പറയുകയുണ്ടായി, രാത്രി പകലായതുപോലെയുള്ള അനുഭവം, രാത്രികളെ പകലാക്കി മാറ്റുന്ന അനുഭവം, ഇരുട്ടിന്റെ അനുഭവത്തെ വെളിച്ചമാക്കി മാറ്റുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, യേശു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായി വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇരുട്ട് വെളിച്ചമായി മാറുന്നത്. അല്ലാത്ത പക്ഷം ഏതെല്ലാം കൊന്ത ചൊല്ലിയാലും, എത്ര കൊന്ത സൂക്ഷിച്ചാലും, കഴുത്തിലോ കയ്യിലോ ബാഗിലോ പേഴ്സിലോ എവിടെയൊക്കെ സൂക്ഷിച്ചാലും അതെല്ലാം കേവലം സങ്കല്പങ്ങൾ മാത്രമാണ്. വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിൽ വരുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം കേവലം വേഷം കെട്ട് മാത്രമാണ്. അത് കേവലം ഒരു അഭിനയം മാത്രമാണ്. അത് കാപഠ്യത്തിന്റെ ഒരു ചിത്രം മാത്രമാണ്. അതൊരു വിശുദ്ധിയുടെ വേഷം കെട്ടൽ മാത്രമാണ്. എന്നാൽ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നാറ്റം വെച്ച അവസ്ഥ മാറും. നമ്മെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ എല്ലാം അഴിയും. കല്ലറയുടെ വാതിൽ തുറക്കപ്പെടുന്നത് പോലെ ചില വാതിലുകൾ തുറക്കപ്പെടും. കരഞ്ഞവരുടെ കണ്ണിൽ ആഹ്ലാദം ആമെ പ്രകടമാകുവാനിടയായിത്തീരും. നമ്മളെക്കുറിച്ച് വിലപിച്ചവര് നമ്മെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുവാൻ ഇടയാകും. നമുക്കറിയാം, തിരുവെഴുത്തുകൾ രാജാക്കന്മാരുടെ പുസ്തകത്തില് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി, അവൾ കടബാധ്യതയാൽ പ്രവാചകനായിരുന്നു, പക്ഷെ കടം കയറി എല്ലാ വിധത്തിലും കഷ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒന്നും നിവർത്തിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കടന്നുപോയി. എന്നാൽ കടക്കാർ വന്ന് ആ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ആ സഹോദരി മുറിക്കകത്ത് വാതിൽ അടച്ച് ആമേ ദൈവസ്ഥലിൽ മുഴങ്കാൽമേൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളുടെ മുറിക്കകത്ത്, അവളുടെ കലത്തിനകത്ത്, അവളുടെ കുടുംബത്തിനകത്ത് നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുവാനിടയായി തീർന്നു. അവിടെ കഷ്ടതകളെ മാറി. അവളുടെ കടങ്ങളെല്ലാം കർത്താവ് മാറ്റി. അവിടെ കുഞ്ഞുങ്ങളെ കർത്താവ് മടക്കി കൊടുത്തു. സ്തോത്രം. പ്രിയ സിനി സിസ്റ്റർ ഏറെ കടബാധ്യതയാൽ ഭാരപ്പെട്ടു. ജീവിത പങ്കാളി പെട്ടെന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എങ്കിലും അദ്ദേഹത്തിന് കടങ്ങൾ പൂർത്തീകരിപ്പാൻ, നിവർത്തിപ്പാൻ, വീട്ടുവാൻ കഴിയാതെ പോയെങ്കിലും ആമേൻ തക്ക സമയത്ത് മുഴങ്കാലിന്മേൽ ഇരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിച്ച് കടങ്ങളൊക്കെ വീട്ടുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. സ്തോത്രം.
ഏറെ ഇളച്ചു കിട്ടിയ വ്യക്തി ആമേൻ മറ്റുള്ളവരോടും ആ ഇളവിന്റെ, ആ സ്വാതന്ത്ര്യത്തിന്റെ, ആ വിടുതലിന്റെ സാക്ഷ്യം പറയുവാൻ കഴിയും. അതുകൊണ്ടാണ് സിനിസസിന് ഇത്രയധികം ഓപ്പൺ ഹാർട്ടോടെ കൂടി ഈ സാക്ഷ്യം പറയുവാൻ കഴിഞ്ഞത്. കാരണം അത്രയധികം വിടുതല് ആ മനസ്സിൽ, ആ ഹൃദയത്തിൽ, ആ ജീവിതത്തിൽ അനുഭവിക്കുന്നു. ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവരുടെ വിടുതലിന് കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ ഒരു ഘട്ടത്തിൽ വീട്ടുകാരെയും കുടുംബക്കാരെയും നാട്ടുകാരെയും സമൂഹത്തെയും ഒക്കെ ആമേന് വെറുപ്പിച്ച ഒരനുഭവം ജീവിതത്തിൽ വന്നു എങ്കിലും അങ്ങനെയാണ് നവോമി ബെത്ലഹേമിൽ നിന്ന് ആമേ മോവാബ് ദേശത്തേക്ക് പോകുവാനിടയായി തീർന്നത്. പക്ഷേ അവളുടെ ഭർത്താവ് മരിച്ചു. ആമേൻ 2 ആൺമക്കൾ ഉണ്ടായിരുന്നു, അവരും മരിച്ചു. 2 മരുമക്കളും ആമേൻ അമ്മായിയമ്മയും മാത്രമായി ശേഷിച്ചു. മോവാബ് ദേശത്ത്, ആ ശാപഗ്രസ്തമായ സ്ഥലത്ത് ഇനി അവൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. എല്ലാ പ്രതീക്ഷകളും കൈവിടപ്പെട്ടു. അവൾ വീണ്ടും ബെത്ലഹേമിലേക്ക് തിരിച്ചു പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് അവൾ അവളുടെ വഴിയിലേക്ക് പോയി. അവളുടെ ഭർത്താവ് മരിച്ചതാ. പക്ഷേ അമ്മായിയമ്മയുടെയോ സഹോദരിയുടെ കൂടെ അവൾ വരുവാൻ തയ്യാറായില്ല. എന്നാൽ രൂത്ത് പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം വരികയാണെന്ന് പറഞ്ഞ് നവോമിയോടൊപ്പം ചേർന്ന് യാത്ര ചെയ്തു. സ്തോത്രം. ഒരാള് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് വിട്ടുപിരിഞ്ഞപ്പോൾ ഒരാള് അമ്മായിയമ്മയോടൊപ്പം ചേർന്ന് നിന്നു. അങ്ങനെ അമ്മായിയമ്മയും മരുമോളുമായിട്ട് ആമേന് ബത്ലഹേമിൽ വന്നു. പക്ഷെ ബത്ലഹേമിൽ വന്ന നവോമി അവളുടെ വീട്ടിലിരുന്നപ്പോൾ രൂത്ത് ബോവസിന്റെ വയലിലേക്ക് പോവുകയാണ്. സ്തോത്രം. നവോമി വീട്ടിലിരുന്നപ്പോൾ രൂത്ത് ബോവസിന്റെ വയലിലേക്ക് പോവുകയാണ്. അവിടെ ഏതാ നമ്മൾ കാണുന്ന ചില ചിത്രങ്ങൾ, അസാധാരണമായ ചില രംഗങ്ങളാണ് അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. നമ്മൾ വായിക്കുന്നു, ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിൽ വന്നു. ഭാഗ്യവശാൽ. സ്തോത്രം. അനേകർക്ക് ലഭിക്കാതെ പോയ, ആമേന് ഓർപ്പയ്ക്ക് ലഭിക്കാതെ പോയ, നവോമിക്ക് ലഭിക്കാതെ പോയ ഭാഗ്യം രൂത്തിന് ലഭിക്കുവാൻ ഇടയായി. സ്തോത്രം. അതെ, ആ വയലിന്റെ ഉടമസ്ഥയായി മാറുകയാണ്. അവിടെ അനേകർ നെല്ല് കറ്റയായിട്ട് കൊയ്തു കൂട്ടുമ്പോൾ ആമേൻ രൂത്ത് അതിന്റെ പുറകെ നടന്ന് പെറുക്കിയെടുക്കുന്ന ചില അനുഭവം. പ്രിയ കർത്താവിന്റെ ദാസി സിനി സിസ്റ്ററെ, കറ്റകൾ കൊയ്യുന്നവരുടെ പുറകെ നടന്ന് കതിരി പറക്കുവാനെങ്കിലും ഭാഗ്യം ലഭിക്കുന്നുവെങ്കിൽ ആ വയലിലായിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയ കർത്താവിന്റെ ദാസിക്ക് ദൈവം തന്നിരിക്കുന്ന ആ കൃപയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ വയല്, ആ നല്ല ബോവസാകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ വയലിൽ അവസാന നിമിഷം വരെയും നിൽക്കുവാൻ കഴിയുമെങ്കിൽ ആമേൻ ഭാഗ്യവശാൽ ആമേൻ അവിടെ എത്തപ്പെട്ടു എങ്കിൽ ആമേൻ സ്തോത്രം. നമ്മുടെ മിടുക്കല്ല, കഴിവല്ല, ആമേൻ നമ്മുടെ വലിപ്പമല്ല, ആമേൻ ഇത് കൃപയാൽ ഭാഗ്യവശാൽ സംഭവിച്ചതാ. ഒരു പക്ഷെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതത്തില് കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് മറുപടികൾ കൊടുക്കേണ്ടതായ വിഷയമുണ്ട്. പക്ഷേ ഇന്ന് പറയാൻ കഴിയും, ഭാഗ്യവശാൽ ഞാൻ ഈ വയലിൽ എത്തിച്ചേർന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ഈ വയലിൽ കർത്താവ് കൊണ്ടുവന്നു. ആകയാൽ കർത്താവിന്റെ ദാസി ധൈര്യത്തോടെ വിശ്വാസത്തോടെ ആമേൻ വിളിച്ചിറക്കിയ കർത്താവിന്റെ ആ നല്ല പാതയെ പിൻപറ്റുവാൻ തയ്യാറാകുമെങ്കിൽ ആമേൻ സ്തോത്രം. അനേകരുടെ ജീവിതത്തില് ഈ സാക്ഷ്യം ആമേൻ തുടർന്നും ഒരു വലിയൊരു അനുഗ്രഹമായിരിക്കും. കർത്താവ് അതിനായി സഹായിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഏറെ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചതിന് കർത്തദാസിയോട് ഒരു പ്രാവശ്യം കൂടെ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വലിയൊരു വിടുതലിന്, അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഈ സാക്ഷ്യം കേട്ട് വിടുതൽ പ്രാപിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരും ഈ സത്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടട്ടെ. ഒരു പക്ഷെങ്കിൽ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യമൊക്കെ ആമേന് അതാണ് പിന്തുടരേണ്ടത്, അതാണ് ശരി എന്നൊക്കെ നമ്മൾ ആമേന് തോന്നിപ്പോകാറുണ്ട്. അത് സ്വാഭാവികമായ കാര്യമാണ്.
പക്ഷേ ജീവിതത്തിൽ ഒരു ഉയർച്ച ആഗ്രഹിക്കാത്ത ആരാ? നല്ല ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കാത്ത ആരാ? സ്തോത്രം. സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കാത്ത ആരാ? ഏതെല്ലാം നിലകളിൽ ഒരു ഉയർച്ച, അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ആഗ്രഹം പോലെ തന്നെയാണ് നമ്മൾ ജനിച്ചു വളർന്നതായ ആ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നും, ആ ഒരു വിശ്വാസത്തിൽ നിന്നും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരാത്മീയ ബന്ധത്തിലേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിങ്കലേക്ക് നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നു കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിടുതൽ, നിങ്ങൾ ഏത് സങ്കീർണമായ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, യേശുവിനെ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. യേശുവിനെ നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയും. ഞങ്ങൾ അനുഭവം കൊണ്ട് വിളിച്ചു പറയുക. ആകയാൽ ഈ സാക്ഷ്യം അനേകരുടെ വിടുതലിന് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രാർത്ഥനാ വിഷയങ്ങളോ മറ്റെന്തെങ്കിലും അന്വേഷണങ്ങളോ ഞങ്ങളുമായി നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരികയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.comൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.